സോ മക്കളെ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം 2022 നീറ്റിന് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 3 ചോദ്യം എന്ന് പറഞ്ഞാൽ 12 മാർക്കാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇക്കോളജി എന്ന് പറയുന്ന ഏരിയ പൊതുവേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഈ ബയോഡൈവേഴ്സിറ്റിയിലെ 75 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും റെഡിയാണല്ലോ? നമ്മൾക്കിനി എന്താണ്, ക്വസ്റ്റ്യനുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മളെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം എക്സാംസ് ഒക്കെ അടുത്തു. ഇനി ഒരുപാട് തിയറികളിലൂടെ ഒന്നും കടന്നു പോവാതെ ഒരുപാട് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കടന്നു പോകേണ്ടത്. സോ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ കുറച്ചൊന്ന് വായിക്കാനുള്ള ചോദ്യമാണ്. ഗീവ് ദ കറക്റ്റ് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഓർഗാനിസം വിത്ത് റെഫറൻസ് ടു ദെയർ എസ്റ്റിമേറ്റഡ് നമ്പർ. അതായത് ഓരോ ഓർഗാനിസത്തിൻ്റെ നമ്പർ ഏതാണ്ട് നമുക്കറിയാം. അതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഡിസെൻഡ് ചെയ്ത് ചെറുതായി വരണം. അപ്പോൾ ഡിസെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്, അതിൽ തന്നെ ഇൻസെക്റ്റിയാണ്. സോ നിങ്ങൾക്കറിയാം 70% ആനിമേലിയയിൽ തന്നെ നമ്മൾക്കറിയാം നമുക്ക് ഇൻസെക്റ്റ് എന്ന് പറയുന്ന ടാക്സിയാണ്. ഏതാണ്ട് 61% ഭൂമിയിലുള്ള മൊത്തം സ്പീഷീസുകളെ നിങ്ങളെടുത്താൽ 61% ആരാണ്, ഇൻസെക്റ്റുകളാണ്. ദാറ്റ് മീൻസ് ഇൻസെക്റ്റ് ഇൻവേർട്ടിബ്രേറ്റ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മക്കളെ ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. ഒന്നാമത്തത് ഇൻവേർട്ടിബ്രേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരിക പ്ലാന്റ്സ് ആണ്. ഇനി നമ്മൾ വേർട്ടിബ്രേറ്റ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് FB റാം എന്ന് ഓർമ്മിക്കുക. FB റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിബ്രേറ്റ് നട്ടലുള്ള 5 ഗ്രൂപ്പ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് 5 ക്ലാസ്സുകളെ കുറിച്ച് അറിയാം. ടെട്രാപോഡയിൽ 5 ക്ലാസ്സസ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിൽ ഏറ്റവും കൂടുതൽ ഫിഷസ് ആണുള്ളത്. ഫിഷസ് എത്രയുള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? 28,000 എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് NCERT. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് 28,000 ഫിഷുകളാണ് ഭൂമിയിലുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, B സ്റ്റാൻഡ്സ് ഫോർ ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, മാമൽസ്. സോ ഫേസ്ബുക്ക് നന്നായി നല്ല വീഡിയോ ഒക്കെ ലോഡാണ്. നല്ല റാമുള്ള ഫോണെന്ന് ഓർമ്മിച്ചത്, FB റാം എന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിസെൻഡിങ് ഓർഡർ കിട്ടിയില്ലേ? ഫിഷസ് ഗ്രേറ്റർ ദാൻ ബേർഡ്സ് ഗ്രേറ്റർ ദാൻ റെപ്റ്റൈൽ ഗ്രേറ്റർ ദാൻ ആംഫീബിയൻ ഗ്രേറ്റർ ദാൻ മാമൽസ് കിട്ടിയല്ലോ. സോ ആ ഓർഡർ നമുക്ക് നോക്കാമല്ലോ. ഇനി അപ്പോൾ ഉറപ്പായി 3 വരേണ്ടത്, പിന്നെ 4 ബേർഡ്സ് ആണ് വരേണ്ടത്, 5 മാമൽസ് ആണ്. ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഒന്നാമത്തത് B ആണല്ലോ. സോ B ആയിട്ടുള്ള 2 ഓപ്ഷൻ നമുക്കുണ്ട്. രണ്ടാമത്തത് ആരാണ്? A ആണ്, പ്ലാന്റ്സ്. 2 ഓപ്ഷനിൽ A തന്നെയാണുള്ളത്. മൂന്നാമത് വരേണ്ടത് ആരാ മക്കളെ? ഫിഷാണ് വരേണ്ടത്, C. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് ആൻസർ? A ഈസ് ദ റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 1 റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ ആ 3 പൈ ഡയഗ്രം എന്ത് ചെയ്യണം മക്കൾ, പക്കയായിട്ട് പഠിക്കണം. ആ 3 പൈ ഡയഗ്രം ഇല്ലേ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ ഹൗ മെനി സ്പീഷീസ് ഓൺ ദി ഗ്ലോബ് ആൻഡ് ഹൗ മെനി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ അടിയിൽ 3 പൈ ഡയഗ്രം ഉണ്ട്. അത് 3 നിങ്ങൾ അതിൻ്റെ നമ്പറൊക്കെ എന്ത് ചെയ്യുക, പഠിക്കണം. സോ എ മെഡിസിനൽ പ്ലാന്റ്, ആ ഒരു മെഡിസിനൽ പ്ലാന്റിൻ്റെ പേര് റോവോൾഫിയ വൊമിറ്റോറിയ വളരുന്നത് ഹിമാലയൻ്റെ ഡിഫറെൻറ്റ് ഓൾട്ടിറ്റ്യൂഡ്സിലാണ്. ഹിമാലയൻ റേഞ്ചിൽ ഡിഫറെൻറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ വളരുന്നൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് റോവോൾഫിയ വൊമിറ്റോറിയ. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രഗിൻ്റെ പേര് ഓർമ്മയുണ്ടോ? അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡ്രഗിൻ്റെ പേരാണ് റെസർപൈൻ. ഇതെന്താ കാണിക്കുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസർപൈൻ ഗ്രോയിങ് ഇൻ ഡിഫറെൻറ്റ് ഹിമാലയൻ ഷോ ജനറ്റിക് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് പൊട്ടൻസി ഓഫ് റെസർപൈൻ. അതെന്നാ കാണിക്കുന്നത്? ജനറ്റിക് ഡൈവേഴ്സിറ്റി. സോ ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റിൽ നിങ്ങൾ പഠിച്ച 3 എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് നമ്മൾ പഠിച്ച 3 പ്ലാന്റാണ് പഠിച്ച. 1 റോവോൾഫിയ വൊമിറ്റോറിയ, 2 മാഞ്ചിഫറ ഇൻഡിക്ക, 3 റൈസ്. സോ ആ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയണം? ജനിതക വൈവിധ്യമാണ് ഇവിടെ പറയുന്നത്. ഒരു സ്പീഷീസിൻ്റെ ഉള്ളിലുള്ള ഡൈവേഴ്സിറ്റി ഓഫ് ജീൻസ് വിത്തിൻ എ സ്പീഷീസ്. സോ മാംഗോ നിങ്ങൾ നോക്കിക്കോ. ഒരു മാംഗോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മാങ്ങ, അസേ കുറുക്കൻ മാങ്ങ, ബപ്ലൂസ് മാങ്ങ, എല്ലാം മാഞ്ചിഫറ ഇൻഡിക്കയാണ്. അതിൻ്റെ ഉള്ളിൽ വൈവിധ്യം വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിൻ്റെ ഉള്ളിലുള്ള വൈവിധ്യം എന്ന് പറയുന്നത് നമുക്ക് ജീനുകളിലെ വൈവിധ്യത്തെ നമ്മൾ എന്ത് പറയും? ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നാണ് പറയുക. സോ ദ മോസ്റ്റ് ജനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഏതാണെന്നറിയാം? റൈസ്. മോർ ദാൻ 50,000 സ്ട്രെയിൻസ് ഓഫ് റൈസാണ് നമുക്കുള്ളത്. 50,000 സ്ട്രെയിൻസ് ഇന്ത്യയിലുണ്ട്. റൈസ് 50,000 കൂടുതൽ റൈസ് വെറൈറ്റി നമുക്കുണ്ട്. ഇന്ത്യയിൽ മാംഗോ ഉണ്ടല്ലോ മക്കളെ, മാംഗോ 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ നമുക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ബഫ്ലൂസ് മൂവാണ്ടനും കുറുക്കൻ മാവൊന്നുമല്ല, 1000 വെറൈറ്റീസ് എവിടെയുണ്ട്? നമുക്ക് ഇന്ത്യയിലുണ്ട്. സോ ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് നമുക്ക് പഠിക്കാനുള്ള പ്ലാന്റ്സ് ഏതൊക്കെയായിരുന്നു? റോവോൾഫിയ വൊമിറ്റോറിയ, റൈസ്,
മാഞ്ചിഫറ ഇൻഡിക്ക അല്ലെങ്കിൽ മാംഗോ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റീജിയൻ ഓഫ് ദി ഗ്ലോബ് എക്സിബിറ്റ് ഹയസ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് ഏതാണ്? നിങ്ങൾക്കറിയാം, സൗത്ത് അമേരിക്കയിലുള്ള ട്രോപ്പിക്കൽ റീജിയനിലുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. ജൈവ വൈവിധ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം. ഞാൻ കുറച്ച് നമ്പറുകൾ നിങ്ങൾക്ക് എഴുതിത്തരാം. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ 40,000 പ്ലാന്റ്സ് ഉണ്ട്. എത്രയുള്ളത്? 40,000 പ്ലാന്റ്സ് ഉണ്ട്. 3,000 ഫിഷസ് ഉണ്ട്. ഓക്കെ, എത്രയാണ്? 3,000. 1,300 ബേർഡ്സ് ഉണ്ട്. 427 ആംഫീബിയൻസ് ഉണ്ട്. 427 മാമൽസ് ഉണ്ട്. 378 റെപ്റ്റൈൽസ് ഉണ്ട്. മോർ ദാൻ 1,25,000 ഇൻവേർട്ടിബ്രേറ്റ്സ് ഉണ്ട്. സോ ഇത്രയും എനോർമസ് ഡൈവേഴ്സിറ്റി എവിടെയുണ്ട്? നിങ്ങൾക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആമസോണിനെ ലങ്സ് ഓഫ് എർത്ത് എന്നാ പറയുക, ലങ്സ് ഓഫ് എർത്ത്. കാരണം അറ്റ്മോസ്ഫിയറിലുള്ള നിങ്ങൾ ശ്വസിക്കുന്ന 20% ഓക്സിജനും വന്നത് എവിടുന്നാണ്? ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ്. അതുകൊണ്ട് ലങ്സ് ഓഫ് എർത്ത് എന്നും ആരെ വിളിക്കാറുണ്ട്? നമ്മളെ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ വിളിക്കാറുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു റോബർട്ട് മെയ് എന്ന് പറയുന്നത് ഒരു പ്രിഡിക്ഷൻ നടത്തിയ ആളാണ്. ഓക്കെ, IUCN 2004 പറഞ്ഞത്, IUCN 2004 എന്താ മക്കളെ പറഞ്ഞത്? ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ. അതായത് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ എന്നാണ് പറഞ്ഞത്, ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി. പക്ഷേ നിങ്ങൾക്കറിയാം, മെനി മോർ സ്പീഷീസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഒരുപാട് സ്പീഷീസുകൾ എന്ത് ചെയ്യാനുണ്ട്? ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് എസ്റ്റിമേറ്റുകൾ പുറത്തു വന്നു. അതിലൊരു എസ്റ്റിമേറ്റാണ് റോബർട്ട് മെയ് പറഞ്ഞ എസ്റ്റിമേറ്റ്. അതിനെ നമ്മൾ വിളിക്കുന്നത് സയൻറ്റിഫിക്കലി സൗണ്ട് ആൻഡ് കൺസർവേറ്റീവ് പ്രഡിക്ഷൻ എന്നാണ്. ശാസ്ത്രീയമായി നല്ല അടിത്തറയുള്ള കൺസർവേറ്റീവ് പ്രഡിക്ഷൻ നടത്തിയ ആളാണ് റോബർട്ട് മെയ് പറയാണ്, ഭൂമിയിൽ 7 മില്യൺ സ്പീഷീസുകളുണ്ട്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആയിട്ട് 7 മില്യൺ സ്പീഷീസുകളുണ്ടെന്ന് പറയുന്നു. പക്ഷേ എക്സ്ട്രീം എസ്റ്റിമേറ്റ്, അതിനെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ഗസസ് എന്നാണ് പറയുക, എക്സ്ട്രീം എസ്റ്റിമേറ്റ്സ്. ഓക്കെ, എക്സ്ട്രീം എസ്റ്റിമേറ്റ് എത്രയാ? 20 to 50 മില്യൺ ആണ്. ഇത്രയും കാര്യം ഇതിൽ പഠിക്കണം. അതായത് IUCN പറയുന്നത് സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ, എക്സ്ട്രീം എസ്റ്റിമേറ്റുകൾ പറയുന്നത് 20 to 50 മില്യൺ, റോബർട്ട് മെയ് പറയുന്നത് 7 മില്യൺ, അബൌട്ട് 7 മില്യൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഭൂമിയിലുണ്ടെന്നാണ് ആര് പറയുന്നത്? റോബർട്ട് മെയ്സോ പ്രിഡിക്റ്റ് ചെയ്ത ആളാണ്. അതിൻ്റെ ആ പ്രഡിക്ഷൻ്റെ പ്രത്യേകത സയൻറ്റിഫിക്കലി സൗണ്ട് ആൻഡ് കൺസർവേറ്റീവ് പ്രഡിക്ഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കി, അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ നിങ്ങൾക്കറിയാം, സൗത്ത് അമേരിക്കൻ ജംഗിളിൽ എക്സ്പ്ലോറേറ്റീവ് ഫീൽഡ് സർവേ നടത്തിക്കൊണ്ട് ഒരു റിലേഷൻ പ്രൊപ്പോസ് ചെയ്തു. എക്സ് ആക്സിൽ ഏരിയ എടുത്തു, നമ്മൾ വൈ ആക്സിസിൽ നമ്മൾ എന്താ എടുത്തത്? സ്പീഷീസ് റിച്ച്നെസ് എടുത്തു. പ്ലോട്ട് ചെയ്തപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള കിട്ടി. എന്നാ കിട്ടിയത്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള കിട്ടി. ഓക്കെ, ഓർമ്മയില്ലേ? സോ അതിനെ ലോഗ് സ്കെയിൽ വരച്ചപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരുന്നു. അതിനൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് ഓർമ്മയില്ലേ? ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ വിളിച്ചത് എന്താണ്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഹൗ സ്പീഷീസ് റിച്ച്നെസ് റിലേറ്റഡ് വിത്ത് ഏരിയ, അതിനെ നമ്മൾ പറയുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്നാണ്. സോ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഡിസ്ക്രൈബ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്താണ്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത നോക്കി, അക്കോർഡിംഗ് ടു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, സെയിം ആളെ തന്നെ, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ്. അയാൾ എന്താ പറഞ്ഞത്? നോക്കിയേ, വൈ ആക്സ് സ്പീഷീസ് റിച്ച്നെസ് അല്ലേ? സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് ആകുമ്പോൾ അത് സ്ട്രെയിറ്റ് ആകുന്നുണ്ടല്ലേ, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ് എന്നാണ് അയാൾ പറഞ്ഞത്. കണ്ടില്ലേ? ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ നോക്കിയേ. അക്കോർഡിംഗ് ടു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിലൂടെ അയാൾ പറഞ്ഞത്. അതായത് സ്പീഷീസുകളുടെ റിച്ച്നെസ്, സ്പീഷീസിൻ്റെ റിച്ച്നെസ് ഏരിയക്കനുസരിച്ച് ഇൻക്രീസ് ചെയ്യും, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു പോകുള്ളൂ എന്ന് പറഞ്ഞതാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, നോർമലി സെഡ് വാല്യൂ എന്ന് പറയുന്നത് 0.1 to 0.2 ആണ് വരിക. ഓക്കെ, സെഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താടാ? സ്ലോപ്പ് ഓഫ് ദി ലൈൻ, സ്ലോപ്പാണ്. ഇതിൽ ഈ ഒരു ലൈന് കണ്ടില്ലേ, ഇതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ സെഡ് വാല്യൂ എന്ന് പറയുക. നോർമലി സെഡ് വാല്യൂ 0.1 to 0.2 ആയിരിക്കും. പക്ഷേ
കോണ്ടിനെൻറ്റ് വൈസ് അനാലിസിസ് ഒക്കെ നടത്തുവാണെങ്കിൽ സെഡ് ഈസ് ഈക്വൽ ടു 0.6 to 1.2. സെഡ് വാല്യൂ കോണ്ടിനെൻറ്റ് വൈസ് അനാലിസിസിലേക്കാണ് നിങ്ങൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീപ്പർ സ്ലോപ്പ് കിട്ടും. സെഡ് വാല്യൂ 0.6 to 1.2 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് സെഡ് വാല്യൂ എത്രയായിരുന്നു കിട്ടിയെന്നും കൂടി ടെക്സ്റ്റ് പറയുന്നുണ്ട്. സെഡ് എത്രയായിരുന്നു? 1.15 കിട്ടി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ 3 വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. For any taxon, the Z value is 0.1 to 0.2, but we are considering the species area relationship with respect to continent-wise analysis. You will get a Z value. Continent ആണെങ്കിൽ Z value 0.6 to 1.2 ആയിരിക്കും. അടുത്ത നോക്കി, if diversity increases, ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ എന്തും കൂടും അവിടെ? പ്രൊഡക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ്. അതിലെന്ത് സംശയമുള്ളത്? വൈവിധ്യം കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്ന ആർക്ക് അറിഞ്ഞുകൂടാത്തത് അല്ലേ? ഓക്കെ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ പ്രൊഡക്ടിവിറ്റിയും കൂടും. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് കണ്ടുപിടിച്ചത് ഒരു സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആണ്. അയാളുടെ പേര് പോൾ എൽറിച്ച് എന്നാണ്. ഓക്കെ, അയാൾ പറഞ്ഞത് എന്താണ്? അതായത് ഹെൽത്ത് ഓഫ് ദി ഇക്കോസിസ്റ്റം, അതായത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓർ റിച്ച്നെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹെൽത്ത് ഓഫ് ദി ഇക്കോസിസ്റ്റം എന്നാണ് അയാൾ പറഞ്ഞത്. അതായത് ഒരു എയ്റോപ്ലെയിനെ അയാൾ എന്ത് പറഞ്ഞു? സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ഒരു എയ്റോപ്ലെയിനിനെ ഒരു ഇക്കോസിസ്റ്റമായി കൺസിഡർ ചെയ്തു. റിവറ്റിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? ഒരു എയ്റോപ്ലെയിനിലുള്ള റിവറ്റിനെ എന്തായിരുന്നു മക്കളെ കൺസിഡർ ചെയ്തത്? എന്താ? സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അതേസമയം ചിറകിൻ്റെ മേലെ, വിങ്സിൻ്റെ മേലെയുള്ള റിവറ്റിനെ എന്തായിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്? റിവറ്റ് അല്ലേ, കീ റിവറ്റ് എവിടെയാണ് ഉണ്ടാവുക? കീ റിവറ്റ് വിങ്സിൻ്റെ മേലെ, എയ്റോപ്ലെയിൻ്റെ വിങ്സിൽ. സോ റിവറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ, റിവറ്റിൻ്റെ നമ്പർ കൂടുമ്പോൾ ഇക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത് കൂടുമെന്നും, പക്ഷേ നമ്മളായ മനുഷ്യർ അതിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇക്കോസിസ്റ്റം ഗ്രാജുവലി കുറയുന്നും. അതേസമയം നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് വിങ്സിൻ്റെ മേലെയുള്ള കീ റിവറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഡാമേജ് ദി ഇക്കോസിസ്റ്റം സഡൻലി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റായ പോൾ എൽറിച്ച് പറയുന്നത്. ഡേവിഡ് ടിൽമാൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ടിവിറ്റി. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ അതാണ്. അത് ഡേവിഡ് ടിൽമാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ലാർജ് ഗ്രാസ് ലാൻഡ് പ്ലോട്ടുകൾ എടുത്തുകൊണ്ട് മിന്നസോട്ട ഗ്രാസ് ലാൻഡിൽ പഠിച്ചുകൊണ്ട് ഡേവിഡ് ടിൽമാൻ, അത് റോബർട്ട് മെയ് നമ്മൾ പഠിച്ചു. എഡ്വേർഡ് വിൽസൺ ആരായിരുന്നടാ? ഹീ പോപ്പുലറൈസ് ദ ടേം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നെയിമിനെ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് വിൽസൺ ആണ്. അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, എഡ്വേർഡ് വിൽസൺ ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആയിരുന്നു. സോഷ്യോ ബയോളജിയുടെ ഫാദറാണ് ആര്? എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ബയോഡൈവേഴ്സിറ്റി ടേം വാസ് പോപ്പുലറൈസ്ഡ് ബൈ. അതടുത്ത ചോദ്യം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഏതാണ്? എഡ്വേർഡ് വിൽസൺ. ഞാൻ പറഞ്ഞു അയാൾ ഏതാ ഡിസിപ്ലിൻ? സോഷ്യോ ബയോളജിസ്റ്റ്. എന്താണ്? സോഷ്യോ ബയോളജിസ്റ്റ്. അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അക്കോർഡിംഗ് ടു മോസ്റ്റ് ബയോളജിസ്റ്റ്, മിക്കവാറും എല്ലാ ബയോളജിസ്റ്റിനും മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് വെയിറ്റിംഗ് ടു ബി ഡിസ്കവേർഡ്, ഒരുപാട് സ്പീഷീസുകൾ ഇനിയും നമുക്ക് എല്ലാ ബയോളജിസ്റ്റിനും അറിയാം, ഒരുപാട് സ്പീഷീസുകൾ ഡിസ്കവർ ചെയ്യാനുള്ളത് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ടെമ്പറേറ്റ് റീജിയനിൽ സ്പീഷീസ് ഇൻവെൻ്ററീസ് ആർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. പക്ഷേ എന്താണ്? ട്രോപ്പിക്സിൽ എന്തല്ല, അത് കംപ്ലീറ്റ് അല്ല. ഓക്കെ, ഇവിടെ ഡൈവേഴ്സിറ്റിയും കൂടുതലാണ്, എക്സ്പേർട്ട് ആയിട്ടുള്ള മാൻ പവറും കുറവാണ്, അതുകൊണ്ടാണത്. ഓക്കെ, അടുത്ത, അറ്റ് പ്രസൻറ്റ് ഹൗ മെനി ജെനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ? നമ്മൾ പഠിച്ചല്ലേ, മോർ ദാൻ 50,000 കൂടുതൽ റൈസ് വെറൈറ്റീസ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് നീറ്റിന് ചോദിച്ച പഴയൊരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയം, ദ മോസ്റ്റ് ജെനറ്റിക്കലി ഡൈവേഴ്സ് പ്ലാന്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും മക്കൾ ഏത് തന്നെയാണ് എഴുതേണ്ടത്? റൈസ് എന്ന് തന്നെ എഴുതേണ്ടത്. ഏതാ എഴുതേണ്ടത്? റൈസ് എന്ന് തന്നെ നിങ്ങൾ എഴുതണം. അടുത്തത്, ദ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എടുക്കുമ്പോൾ ഇന്ത്യ എത്ര ഷെയർ ചെയ്യുന്നു? ഗ്ലോബൽ ഡൈവേഴ്സിറ്റി, അതായത് ലോകത്തെ മൊത്തം ഡൈവേഴ്സിറ്റി എടുക്കുമ്പോൾ ഇന്ത്യ ഷെയർ ചെയ്യുന്ന എത്ര %? 8.1% ഡൈവേഴ്സിറ്റിയാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ 2.4% ലാൻഡ് ഏരിയ ഉണ്ട് ഇന്ത്യക്ക്. ലോകത്തിൻ്റെ മൊത്തം കര നമ്മൾ നോക്കിയാൽ 2.4% ആണ് ഇന്ത്യയുടെ കരഭാഗം. അതിൽ ഇന്ത്യ ഷെയർ ചെയ്യുന്നത് 8.1%
എന്താണ് ഡൈവേഴ്സിറ്റിയാണ്. 8.1%. അതുകൊണ്ടാണ് ഇന്ത്യൻ എന്ത് വിളിക്കുന്നത്? മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി എന്ന് വിളിക്കും. ഇന്ത്യൻ എന്താ വിളിക്കുക? മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി. ഇങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 12 മെഗാ ബയോഡൈവേഴ്സിറ്റിയിൽ ഒന്നാണ് ഇന്ത്യ. 1/12 എന്ന് ഞാൻ എഴുതുക. 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ഉണ്ട്. അതിലൊന്നാണ് ആര്? നമ്മുടെ ഇന്ത്യ എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ ഈ 2.4% എന്താ? ഇന്ത്യൻ ലാൻഡ് ഏരിയ ആണ്. ഇന്ത്യയിൽ എത്ര പ്ലാന്റ്സ് ഉണ്ട് മക്കളെ? ഇന്ത്യയിൽ 45,000 പ്ലാന്റ്സും 90,000 ആനിമൽസും ഉള്ള. 45,000 പ്ലാന്റ്സും 90,000 ഇത് പി എന്ന് എഴുതുക, പ്ലാന്റ്സ് ആനിമൽസ്. അതേസമയം നിങ്ങൾ മെയ്സ് പറയാണ്, ഗ്ലോബൽ മെയ്, റോബർട്ട് മെയ് ഓർമ്മയില്ല? റോബർട്ട് മെയ് പറയാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ 22% എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കണ്ടുപിടിച്ചത് ആകെ 22%. അപ്പോൾ ഇനിയും നമുക്ക് അത്രയും കണ്ടുപിടിക്കാനല്ലേ? ഇഫ് യു അഡോപ്റ്റ് റോബർട്ട് മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേഷൻ, നിങ്ങളത് അഡോപ്റ്റ് ചെയ്യുന്നു, നിങ്ങളതിൽ വിശ്വസിക്കുന്നു എങ്കിൽ നമുക്കിനി 1 lakh പ്ലാന്റ് സ്പീഷീസും 3 lakhs ആനിമൽ സ്പീഷീസും ഡിസ്കവർ ചെയ്യാനിരിക്കുന്നു. ഇന്ത്യയിൽ എത്ര ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നു? ഇഫ് യു ആർ അഡോപ്റ്റിംഗ് മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റ് 1 lakh പ്ലാന്റ് സ്പീഷീസും 3 lakh ആനിമൽ സ്പീഷീസും നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്, ഇൻക്രീസ് ടുവേർഡ്സ് ഇക്വേറ്റർ. ടുവേർഡ്സ് ഇക്വേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടൂലേ? നിങ്ങൾ പഠിച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ ഓക്കെ, 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ ആണ്. 23.5 നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്സ് ആണ്. ഓക്കെ, 23.4 എന്നാണ് നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ് നമ്മളെടുത്തു. ഓക്കെ, നോർത്തും സൗത്തും നമ്മളെടുത്തു. ഇതിനെ നമ്മൾ ട്രോപ്പിക്സ് എന്ന് പറയും. പിന്നെ നമുക്കറിയാം ടെമ്പറേറ്റ് റീജിയൻസ് ഉണ്ട്, പോളാർ റീജിയൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നോക്കിയേ, നമ്മൾ ട്രോപ്പിക്സിൽ കൊളംബിയ എടുത്തു. കൊളംബിയ ഈസ് എ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി. ഇവിടെ 1400 ബേർഡ്സ് ആയിരുന്നു ഉള്ളത്. അതേസമയം നമ്മൾ 41 ഡിഗ്രി നോർത്തിലേക്ക് എത്തിയപ്പോൾ, 41 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലെത്തിയപ്പോൾ അവിടെ 105 സ്പീഷീസ്, ന്യൂയോർക്കാണ്, ന്യൂയോർക്കിൽ 105 സ്പീഷീസ് ഓഫ് ബേർഡ്സേനുള്ളത്. ഓക്കെ, അത് പിന്നീട് നിങ്ങൾ പഠിച്ചതിൻ്റെ മേലെയുള്ള ഗ്രീൻലാൻഡിലേക്ക് പോകും, അത് 56ലേക്ക് പോയി. എത്രയിലേക്ക് പോയി? 56 ഗ്രീൻലാൻഡിലുള്ളൂ. 71 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോയപ്പോൾ ഒറ്റയടിക്ക് കുറയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ആസ് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസസ് ബയോഡൈവേഴ്സിറ്റി ഡിക്രീസസ് എന്നാണ് കണ്ടത്. ലാറ്റിറ്റ്യൂഡിൻ്റെ കൂടുമ്പോൾ, അതായത് 0യിൽ നിന്ന് 71 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലെത്തുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയുന്നു. അതായത് ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയും. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ടുവേർഡ്സ് ഇക്വേറ്റർ. ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുകയല്ലേ ചെയ്യുക. സോ ഇതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ബാക്കിയൊന്നും വായിക്കാനില്ല, എല്ലാം എന്താണ് ക്ലിയർ ആണ് നിങ്ങൾക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ് മാക്സിമം നമ്പർ ഓഫ് സ്പീഷീസ് എമോങ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി? ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഏതാണ്? നിങ്ങൾക്കറിയാം, ഫംഗിയാണ്. ഓക്കെ, ആൽഗെയും ലൈക്കൺസ് ഒക്കെ കുറവാണ്. നിങ്ങൾ ആ പൈ ഡയഗ്രാം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മോസും ഫേൺസും ഒക്കെ ചെറിയൊരു ഏരിയ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ ആ പൈ ഡയഗ്രത്തിൽ. ഫംഗി ആൻഡ് ആൻജിയോസ്പേംസ് അതിൽ വലുതായി പ്ലാന്റ്സ് എന്ന് പറയുന്ന പൈ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം, ഫംഗൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഫംഗൽ ബയോഡൈവേഴ്സിറ്റി, അതായത് ഫംഗൽ ഡൈവേഴ്സിറ്റിയാണ്. ഫംഗൽ ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ കമ്പൈൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് എന്നാണ് വേർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനായി, അല്ലെങ്കിൽ ഫിഷസ്, ആംഫീബിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് നീക്കുന്നത്. ഫംഗസിൻ്റെ ഡൈവേഴ്സിറ്റി അത്രയും കൂടുതലാണ് മക്കൾ, അത്രയും കൂടുതൽ ഫംഗസ്. ഞാനിപ്പോൾ ബ്രീത്ത് ചെയ്യുന്നതിൽ പോലും ചിലപ്പോൾ ഫംഗൽ സ്പോറുകൾ ഉണ്ടാകും. ഓക്കെ, നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് റീസൺ ഡസ് നോട്ട് ജസ്റ്റിഫൈ ദി അബണ്ടൻസ് ഓഫ് സ്പീഷീസ് ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് റീസൺ ഡസ് നോട്ട് ജസ്റ്റിഫൈ ആണ്, അതായത് അബണ്ടൻസ് ട്രോപ്പിക്കൽ ഏരിയയിൽ സ്പീഷീസ് കൂടാൻ കാരണമാവാത്തൊരു റീസൺ ഇതിലുണ്ട്. ട്രോപ്പിക്കൽ റീജിയൻ റിമെയിൻ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺ ഓഫ് ഇയേഴ്സ്. ശരിയല്ലേ? അതുകൊണ്ടാണല്ലോ അവിടെ ബയോഡൈവേഴ്സിറ്റി കൂടിയത്. എന്താണ്? ആബ്സെൻസ് ഓഫ് സീസണൽ വേരിയേഷൻ, ഒരു ലാർജ് വേരിയേഷൻസ് ഒന്നും അവിടെ നമ്മൾ കാണുന്നില്ല. മോർ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, അതൊക്കെ ഫീച്ചർ, അതുകൊണ്ടാണ് ട്രോപ്പിക്സ് ബയോഡൈവേഴ്സ് ആയ നിങ്ങളെ ടെക്സ്റ്റ് പറയുന്നത്. പക്ഷേ ഇതോ ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻ ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. നിങ്ങളെ ടെക്സ്റ്റ് പറയുന്നത് ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻ നടക്കുന്നത് എവിടെയാണ്? ടെമ്പറേറ്റ് റീജിയനിലാണ്. അതുകൊണ്ടാണ് ടെമ്പറേറ്റിലെ
ട്രോപ്പിക്സിൻ്റെ അത്രയും ബയോഡൈവേഴ്സിറ്റി ഇല്ലാത്തത് എന്നാണ് പറയുന്നത്. ഇത് തെറ്റാണ്. ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? ടെമ്പറേറ്റ് റീജിയനിൽ ഗ്ലേസിയേഷൻ കോമൺ ആണെന്നാണ് ടെക്സ്റ്റിൽ, അല്ലാതെ ട്രോപ്പിക്കൽ റീജിയനിൽ എന്തില്ല? ഗ്ലേസിയേഷൻ ഇല്ല. അടുത്ത നോക്കിയേ, ഓഫ് ദ ടോട്ടൽ നോൺ ആനിമൽ സ്പീഷീസ് ഓൺ എർത്ത് ഇൻസെക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് മോർ ദാൻ 70%. ഓക്കെ, അതായത് ടോട്ടൽ സ്പീഷീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ നെയിംഡ് സ്പീഷീസ് നമ്മൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒക്കെ എടുത്ത 70% ആരാണ്? ആനിമൽസ് ആണ്. ചോദ്യം അതല്ല, ആനിമൽസ് ആണ് 70%. ആനിമൽസിൽ തന്നെ 70% ആരാ? ഇൻസെക്റ്റുകളാണ്. സോ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ടാക്സ് ഏതാണ്? ക്ലാസ് ഇൻസെക്റ്റ്. ഏതാണ്? ഇൻസെക്റ്റ് ആണ് ഏറ്റവും സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ടാക്സ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി പഠിച്ചപ്പോൾ ടോട്ടൽ ഡൈവേഴ്സിറ്റിയിൽ 70% ഓഫ് ദി ടോട്ടൽ നെയിംഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ആരാ? ആനിമൽസ് ആണ്. ആനിമൽസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പഠിച്ചാൽ, അതായത് 100 ആനിമലിനെ നിങ്ങൾ എടുത്താൽ 70 ആനിമൽ എന്തായിരിക്കും? ഇൻസെക്റ്റുകളായിരിക്കും. അല്ലെ, ഷഡ്പദങ്ങളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഇൻസെക്റ്റ്. പൂമ്പാറ്റ, വണ്ട് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ആർത്രോപോഡ. ഇൻസെക്റ്റ എന്ന് പറയുന്നത് ഏത് ഫൈലാണ്? ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് കിങ്ഡം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് കിങ്ഡം. അടുത്ത നോക്കിയേ, സ്റ്റേറ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നിങ്ങൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഈസ് മോർ ദാൻ നോർവേ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് അത് ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിൽ അങ്ങനെ തന്നെയുണ്ട്. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് ഇന്ത്യ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി സ്കാൻഡിനേവിയൻ കൺട്രീസ് ലൈക്ക് നോർവേ. ശരിയാണ്. ഇൻ ഇന്ത്യ അബൌട്ട് 15,000 വെറൈറ്റീസ് ഓഫ് മാംഗോ ആർ ഫൗണ്ട്. തെറ്റാണ്. നമ്മൾ ഇന്ത്യയിൽ എത്ര വെറൈറ്റി മാംഗോ ഉണ്ടെന്നാണ് പഠിച്ചേ? 1000 അല്ലേ? സോ അതാണ് ഇൻകറക്റ്റ്. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. എമംഗ് വേർട്ടിബ്രേറ്റ് ഹാഫ് ഓഫ് ദ സ്പീഷീസ് ബിലോങ് ടു ഫിഷസ്. നിങ്ങൾ വെർട്ടിബ്രേറ്റിൻ്റെ ഫ്ലോ ചാർട്ട് വരക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇത്ര പകുതി ഭാഗം ആരാ? ഫിഷസ് ആണ്. പിന്നെയാണ് ആര് വരുള്ളൂ? നമ്മുടെ ബേർഡ്സും റെപ്റ്റൈൽസും ഒക്കെ വരുന്ന ഗ്രൂപ്പുള്ളൂ. ഞാൻ പഠിച്ചല്ലോ FB റാമെന്ന് ഓർമ്മിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഫിഷസ്, പിന്നെ ബേർഡ്സ്, പിന്നെ റെപ്റ്റൈൽ, പിന്നെ ആംഫീബിയൻ, പിന്നെ മാമലാണ്. സോ ഈ ഫിഷസ് എത്രയുണ്ടെന്നാണ് പറഞ്ഞാൽ 50%, 28,000 ആണ്. 28,000 ഫിഷാ. അപ്പോൾ ഏതാണ്ട് വേർട്ടിബ്രേറ്റ് എത്രയാണ് മൊത്തത്തിലുണ്ടാവുക? 56,000. കാരണം പകുതി ഭാഗം ആരാ? വേർട്ടിബ്രേറ്റ് നട്ടലുള്ളവരുടെ 50% മീനുകളാണ് ഭൂമിയിൽ കാണുന്നത്, ഫിഷുകളാണ് കാണുന്നത്, പൈസസ് ആണ് കാണുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി 12 മെഗാ ബയോഡൈവേഴ്സിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ഇന്ത്യ 8.1% ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് ഇന്ത്യനെ നമ്മൾ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി എന്നാണ് പറയുക. അടുത്തത്, ഹാഫ് ഓഫ് ദി വേർട്ടിബ്രേറ്റ് സ്പീഷീസ് ബിലോങ് ടു. വേർട്ടിബ്രേറ്റ് സ്പീഷീസിൻ്റെ ഹാഫ് ആരാ ബിലോങ് ചെയ്യുന്നത്? നോക്കിയേ, വേർട്ടിബ്രേറ്റ് സ്പീഷീസിൻ്റെ പകുതി ആരാടാ? ഫിഷസ് അല്ലേ? സോ ഓപ്ഷനിൽ എന്തുണ്ടാകും? ഫിഷസ് എന്നുണ്ടാകും. ഇൻകറക്റ്റ് അബൌട്ട് പാറ്റേൺ ഓഫ് ഡൈവേഴ്സിറ്റി ഈസ്. ഇൻകറക്റ്റ് ആണ് പറയേണ്ടത്. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വെൻ വി മൂവ് ഫ്രം പോൾസ് ടു ഇക്വേറ്റർ. ഇത് കറക്റ്റാണ്. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വെൻ വി മൂവ് ഫ്രം പോൾ ടു. പോളിൽ നിന്ന് ഇക്വേറ്ററിൽ വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് നമ്മൾ ഗ്രീൻലാൻഡിൽ 56 ബേർഡ്സ് കണ്ടു. അത് ട്രോപ്പിക്കൽ റീജിയനിലെ കൊളംബിയയിലെത്തും അത് 1400 ആയിരുന്നു. സോ അത് കറക്റ്റാണ്. അപ്പം ഇനി അടുത്ത് നോക്കിയാൽ, ബയോഡൈവേഴ്സിറ്റി ഈസ് മോർ റിച്ച് ഇൻ ട്രോപ്പിക്സ് ഇൻ കമ്പയർ ടു ടെമ്പറേറ്റ് റീജിയൻ. ബയോഡൈവേഴ്സിറ്റി ഈസ് മോർ റിച്ച് ഇൻ ട്രോപ്പിക്സ്. ശരിയാണല്ലോ, ട്രോപ്പിക്സിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി. അടുത്ത നോക്കിയേ, ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഈസ് ഹാവിങ് റിച്ചസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. നമ്മൾ പറഞ്ഞതാണ്. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എന്നാണ് ഓൾട്ടിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് അല്ലേ പറഞ്ഞത്? അതായത് ഒരു കുന്നാണ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് ബയോഡൈവേഴ്സിറ്റി കുറയുകയാണ് ചെയ്യുക. നിങ്ങൾ നല്ല ഹൈറ്റുള്ള കുന്നുകളിൽ നോക്കിയാൽ എന്നാണ് ഉണ്ടാവുക, ഒരുപാട് പ്ലാന്റ്സോ പക്ഷികളോ ഒന്നും കാണില്ല. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അങ്ങനെ. അപ്പം നമുക്കിങ്ങനെ എഴുതാം, ബയോഡൈവേഴ്സിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓൾട്ടിറ്റ്യൂഡ് എന്ന് എഴുതാം. ഇതാണ് നമ്മൾ. ഓക്കെ, അതുകൊണ്ട് അത് ഇൻകറക്റ്റ് ആണ്. അടുത്ത നോക്കിയാൽ, സെലക്ട് ദ കറക്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് കൺട്രീസ് ഇൻ സീക്വൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ബേർഡ് സ്പീഷീസ്. നമ്മൾ പറഞ്ഞല്ലേ, കൊളംബിയയിൽ എത്ര പക്ഷിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് 1400 ഇല്ലേ? ന്യൂയോർക്കിൽ 105 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രീൻലാൻഡിൽ 56, ഇന്ത്യയിൽ 1200 സോ നമുക്കതിന് എന്ത് എഴുതണം? സീക്വൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം നമുക്ക് നോക്കി ഏറ്റവും കൂടുതൽ
കൊളംബിയ എന്ന് പറയുന്നത് സി അല്ലേ, അപ്പോൾ സി ഗ്രേറ്റർ ദാൻ, എ ആണല്ലോ ഇന്ത്യ അല്ലേ പിന്നെയുള്ള എ ഗ്രേറ്റർ ദാൻ, ഡി ആണ് ഡി ന്യൂയോർക്ക് ഗ്രേറ്റർ ദാൻ ഗ്രീൻലാൻഡ്. കിട്ടിയാണ്ടല്ലേ, ഈ വാല്യൂ അറിയില്ല ഈ ആൻസർ ചെയ്യാനാവില്ല. സോ പക്ഷികളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാനൊരു സ്ലൈഡിൽ മക്കൾക്ക് കാണിച്ചു തരുന്നല്ലോ, ഒരു സ്ലൈഡിൽ കാണിച്ചു തന്നില്ല പക്ഷികളുടെ കൗണ്ട് കണ്ടില്ലേ. ഈ കൗണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. സോ ആ വാല്യൂ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫോറസ്റ്റ് ഇൻ ഡാഷ് റീജിയൻ ലൈക്ക് ഇക്വഡോർ. ഇക്വഡോർ എവിടെയാണ്, ഏത് റീജിയനിലാടാ? ട്രോപ്പിക്കൽ റീജിയൻ ലൈക്ക് ഇക്വഡോർ have up to 10 times many vascular plants in comparison with the forest of temperate region മിഡ് വെസ്റ്റ് USA ടെമ്പറേറ്റ് ആണെന്ന ടെക്സ്റ്റ് പറഞ്ഞത്. ഓക്കെ, ജർമ്മൻ നാച്ചുറലിസ്റ്റ് അതാരായിരുന്നു? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. വൈൽ വർക്കിംഗ് ഇൻ, അയാൾ എവിടെയാണ് വർക്ക് ചെയ്തതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സൗത്ത് അമേരിക്കൻ ജംഗിൾസ്, ഒബ്സർവ് ദാറ്റ് വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. ഇനിയല്ലേ നമ്മൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് വിളിച്ച്. സോ നോക്കിയേ, 2 എന്ന് പറയുന്നത് ട്രോപ്പിക്കലാണോ? 2 ടെമ്പറേറ്റ് ആണ്, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. 3 എന്ന് പറയുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണല്ലോ, ആണ്. 4 എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ ആണല്ലോ, സോ ആൻസർ ഏതാണ്? 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ 1 എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ കണ്ട അപ്പാടും അത് ആൻസർ എഴുതി കളയരുത്. 2 നോക്കിയേ, സൗത്ത് അമേരിക്ക എന്ന് വേണ്ട സ്ഥലത്ത് സൗത്ത് ആഫ്രിക്ക എന്നാണ്, സോ അത് റോങ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഏതാണ്? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 2 ആണ്. ഇനി അടുത്തത്, ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഇസ് ഡ്രോൺ. സ്പീഷീസ് റിച്ച്നെസ് ഏരിയ ഡ്രോൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഏതായിരുന്നു മക്കളെ? റെക്ടാങ്കുലർ ഹൈപ്പർബോളയല്ലേ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതിനെ ലോഗ് സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തത്, നമ്പർ ഓഫ് ഫംഗൽ സ്പീഷീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ള ഫംഗൽ ബയോഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഇനി നോക്കിയേ എന്താണെന്ന് നോക്കോ, ഞാൻ ഡയറക്റ്റ്ലി പോവാം. മോർ ദാൻ ദി കമ്പൈൻഡ് ടോട്ടൽ സ്പീഷീസ് ഓഫ് ഫിഷസ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്. ഓക്കെ ആണല്ലോ. അതായത് ഈ 4, അതായത് നമ്മളെ വേർട്ടിബ്രേറ്റ് ഗ്രൂപ്പ് മൊത്തത്തിൽ കൂട്ടുക ഏതാണ്ട് 56,000 സ്പീഷീസാണ് വരുന്നത്. കാരണം ഫിഷസ് 50% 28,000 ആയിരുന്നു. സോ അതിനേക്കാൾ കൂടുതലാണ് ലോകത്തിലുള്ള എന്തെന്നാ പറയുന്നത്, എന്നാണ് ഫംഗൽ ബയോഡൈവേഴ്സിറ്റി. ഈ സ്റ്റേറ്റ്മെൻറ്റ് NCERTയിലെ സെയിം സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഫംഗൽ ബയോഡൈവേഴ്സിറ്റി ഓക്കെയാണേ, ഫംഗൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ കമ്പൈൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്. ഇവരെ 4 കൂട്ടുക. ഓക്കെ, ഈ 4 കൂട്ടിയാൽ പോലും എവിടെ എത്തില്ല, ഫംഗൽ ബയോഡൈവേഴ്സിറ്റി അത്രയും റിച്ച് ആണ് ഏത്, ഫംഗൽ ബയോഡൈവേഴ്സിറ്റി. ഇനി അടുത്ത, റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്നാ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ്, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്. ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു അനലോഗസ് എക്സാമ്പിളായ എയ്റോപ്ലെയിൻ എടുത്തുകൊണ്ടാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? എയ്റോപ്ലെയിൻ എക്സാമ്പിളായി എടുത്തുകൊണ്ട് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പീഷീസ് ഇൻ ആൻ ഇക്കോസിസ്റ്റം എന്ന് ആര് പഠിപ്പിച്ചു വന്നു? നമുക്ക് പോൾ എൽറിച്ച് എന്ന് പറയുന്ന സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് പഠിപ്പിച്ചു തന്നു. പോൾ എൽറിച്ച് എന്ന് പറയുന്ന സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ്. ഇനി അടുത്ത് നോക്കിയേ, ഓൺ ലോഗ് സ്കെയിൽ. ലോഗ് സ്കെയിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ എന്തായിരുന്നത് നമ്മൾ എഴുതിയാണല്ലോ ഫസ്റ്റ് സ്ലൈഡിൽ അല്ലേ. ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. അതിൽ സെഡിൻ്റെ വാല്യൂ എത്രയാണ് വേണ്ടത്? കോണ്ടിനെൻറ്റ് വൈസ് ആകുമ്പോൾ 0.6 to 1.2 അല്ലേ. സാധാരണ ഒരു ടാക്സേൻ്റെത് 0.1 to 0.2. ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1.15 ഒക്കെ നമ്മൾ പഠിച്ചാണ്. ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. സെഡ് എന്ന് പറയുന്നത് ടാൻ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പാണ്. ഓക്കെ, above equation derived from the relation between species richness and area on log scale it is a straight line. Value of Z if we analyzes in very large area. Value of very large area le Z value എത്ര വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 0.6 to 1.2. Z വാല്യൂവിൽ 3 വാല്യൂ നിങ്ങൾ ആകെ പഠിക്കാനുള്ളൂ. നോർമലി പഠിക്കുകയാണെങ്കിൽ 0.1 to 0.2 ഏത് ടാക്സ് ആയാലും. കോണ്ടിനെൻറ്റ് വൈസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ എന്ന് കണ്ടാൽ എത്രയാണ് വരിക? 0.6 to 1.2. ഒന്ന് നമ്മൾ പഠിച്ചു നോക്കി, ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് അല്ലേ. ഫ്രൂജിവോറസ് ബേർഡ്സ് പഠിച്ചപ്പോൾ 1.15 ആയിരുന്നു കിട്ടിയത്. അടുത്ത നോക്കി, ഇൻ ദ ലാസ്റ്റ് 500 years, അവസാനത്തെ 500 വർഷം
ഹൗ മെനി സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വേൾഡ്? ലോകത്തിൽ നിന്ന് എത്ര സ്പീഷീസുകളാണ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്? എത്രയാണ് ലാസ്റ്റ് 500 വർഷം കൊണ്ട്? 784 സ്പീഷീസ്. എത്രയാണ്? 784 സ്പീഷീസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്തു? ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡിൽ പോയപ്പോൾ എത്ര ബേർഡ്സാണ്, നാറ്റീവ് ബേർഡ്സാണ് പോയത്? പസഫിക് ഐലൻഡിൽ പോയപ്പോൾ 2000 ബേർഡ് സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ലാസ്റ്റ് 500 years alone witnessed the extinction of 784 species. ലാസ്റ്റ് 20 years എടുക്കുമ്പോൾ തന്നെ 25ഓളം സ്പീഷീസുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. റീസെൻ്റ് എക്സ്റ്റിങ്ഷന് നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നടാ? ഡോഡോ പക്ഷികളുണ്ട്, തൈലാസിനുണ്ട് ഇല്ലേ, തൈലാസിനുണ്ട്, പിന്നെ ക്വാഗയുണ്ട്, ക്വാഗ അല്ലേ, ഇതൊക്കെയല്ലേ നിങ്ങൾ. പിന്നെ ടൈഗർ, ബാലി, ജാവൻ ആൻഡ് കാസ്പിയൻ എന്ന് പറയുന്ന 3 സബ്സ്പീഷീസ്. ബാലി, ജാവൻ ആൻഡ് കാസ്പിയൻ, ഈ 3 സബ് സ്പീഷീസ് ആണ്. സ്പീഷീസ് അല്ല, എന്താണ്? സബ് സ്പീഷീസ് ഓഫ് ടൈഗർ. അപ്പോൾ അതേപോലെ തന്നെ പാസഞ്ചർ പീജൺ ഉണ്ട്. അപ്പോൾ പാസഞ്ചർ പീജൺ USA എന്നല്ലേ പോയത്, ഇല്ലാതായത്. ക്വാഗ എവിടുന്നായിരുന്നു? സൗത്ത് ആഫ്രിക്ക. ക്വാഗ എന്ന് പറഞ്ഞാൽ പേര് തന്നെ എന്നാ, സൗത്ത് ആഫ്രിക്കൻ സീബ്ര എന്നാണ്. തൈലാസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, ടാസ്മാനിയൻ വോൾഫ് എന്നും അതിനെ പറയാറുണ്ട്. ഡോഡോ എന്ന് പറയുന്നത് മൗറീഷ്യസ് ഐലൻഡിൽ നിന്ന് റീസെൻ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയ ഒരു ആളാണ് ആര്? ഡോഡോ പക്ഷികൾ. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ റീസെൻ്റ് എക്സ്റ്റിങ്ഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരും ഇതിൻ്റെ കൺട്രിയും ഉറപ്പായും പഠിച്ചേക്കണേ മക്കളെ. പേര്, കൺട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൗ മച്ച് ടോട്ടൽ ഓക്സിജൻ ഓൺ എർത്ത് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആമസോൺ? നമ്മൾ പറഞ്ഞല്ലേ, ആമസോൺ മഴക്കാടുകൾ അറ്റ്മോസ്ഫിയറിൽ എത്ര ശതമാനം ഓക്സിജനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 20% ഓക്സിജൻ. ഞാനിപ്പോൾ നിന്ന് ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം വെരി താങ്ക്ഫുൾ ടു ആമസോൺ റെയിൻ ഫോറസ്റ്റ് ബിക്കോസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് 20% ഓഫ് ദി അറ്റ്മോസ്ഫറിക് ഓക്സിജൻ. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ABC നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ പൈ ഡയഗ്രം അല്ലേ. പ്ലാന്റ്സിൻ്റെ പൈ ഡയഗ്രത്തിൽ ഫംഗയും ആൻജിയോസ്പേമാ കൂടുതലുള്ള. അപ്പോൾ ഫംഗ ഇവിടെ ഓൾറെഡി തന്നതുകൊണ്ട് ഇതെന്താണ്? ആൻജിയോസ്പേം. അപ്പോൾ ബി ആൻജിയോസ്പേം ആണേ. എ സ്റ്റാൻഡ്സ് ഫോർ ആൽഗയാണ്. ഇതിങ്ങനെ ഓർത്താൽ മതി. ഫംഗസും കഴിഞ്ഞാൽ ആൽഗേ വരണം. ഫംഗസും ആൽഗയും കമ്പൈൻ ചെയ്താലാണ് ആരെ കിട്ടൂ? അപ്പോൾ നമുക്കറിയാം ഫംഗേ പ്ലസ് ആൽഗേ ഗീസ് ലൈക്കൺ എന്ന് ഓർമ്മിച്ച് ആ ഓർഡറിങ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൽഗയാണ് എ എന്ന് പറയുന്നത്, ആൽഗേ. ബി എന്ന് പറയുന്നത് ആൻജിയോസ്പേം. ഇനി സി ആണ്. ഇനി നട്ടെല്ലില്ലാത്തവർ, ഇൻവേർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റ് ആണ്, ഒരു സംശയമില്ല. അത് കഴിഞ്ഞാൽ വരിക അതർ ഗ്രൂപ്പ്സാണ് ഏറ്റവും കൂടുതൽ വരിക. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈൽ ഏതായിരുന്നടാ? മൊളുസ്ക. അപ്പോൾ സി എന്താണ്? ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈൽ മൊളുസ്കയാണ്. ഓക്കെ, ഇതിനേക്കാൾ ഏരിയ വരേണ്ട ഇതാണേ. ഇത് അതർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ പോറിഫെറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്ത, സാഷ് ഹെൽമിന്ത, സെനലിഡ, ആർത്രോപ്പോഡ, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ വരെയുള്ള ഗ്രൂപ്പ് വരും. സോ അതർ ഗ്രൂപ്പ്സ് ഇത്രയും ഏരിയ ഇൻസെക്റ്റ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വരേണ്ടായിരിക്കും അതർ ഗ്രൂപ്പ്സ്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമായ മൊളുസ്കക്ക് സ്പേസ് വരിക. സോ ആൻസർ ഏതാണ്? ആൻസർ 4 ആണ്. ഏതാണ്? ആൻസർ ഈസ് 4. നമുക്ക് ഇത് കൺഫ്യൂഷൻ വരേണ്ട. ആൻസർ 4-മത്തതാണ്. ഇനി അടുത്തത് നോക്കി, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് മക്കൾ കണ്ടുപിടിക്കേണ്ടത്. വെസ്റ്റേൺ ഗാഡ്സ് ഹാവ് ഗ്രേറ്റർ ആംഫീബിയൻ ബയോഡൈവേഴ്സിറ്റി അല്ലേ. സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ ഒറ്റ സെൻറ്റൻസാണ് നിങ്ങൾ പഠിക്കുള്ളൂ. അത് ഈ സെൻറ്റൻസ് ആണ്. വെസ്റ്റേൺ ഗാഡ് ഹാവ് ഗ്രേറ്റർ ആംഫീബിയൻ ബയോഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗാഡ്സ്. പശ്ചിമഘട്ടത്തിൽ പൂർവ്വഘട്ടത്തേക്കാൾ ആംഫീബിയൻ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ശരിയാണ്. ഇന്ത്യ ഹാസ് മോർ ദാൻ 50,000 ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ആൻഡ് 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ. അതും ജനറ്റിക് ഡൈവേഴ്സിറ്റിയിൽ പഠിച്ചു. ഇന്ത്യ ഹാസ് ഗ്രേറ്റർ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ദാൻ എ സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേ. അതും നമ്മൾക്ക് അറിയാം. ഫോർ മെനി ടാക്സോണമിക് ഗ്രൂപ്പ് സ്പീഷീസ് ഇൻവെൻ്ററീസ് ആർ മോർ കംപ്ലീറ്റ് ഇൻ ട്രോപ്പിക്കൽ റീജൻ. തെറ്റല്ലേ? സ്പീഷീസ് ഇൻവെൻ്ററീസ് ആർ മോർ കംപ്ലീറ്റ് ഇൻ ഏത് റീജൻ ആയിരുന്നു? ടെമ്പറേറ്റ് റീജൻ ദാൻ ട്രോപ്പിക്കൽ റീജൻ എന്ന് വരേണ്ടത് ഒറ്റയൊരു ഡിസ്റ്റൻസ് കൊടുത്തതാ. ടെമ്പറേറ്റ് എന്ന് വരേണ്ടെടുക്കുക ട്രോപ്പിക്കൽ എന്ന് കൊടുത്തു, ട്രോപ്പിക്കൽ എന്ന് വരേണ്ടെടുക്കുക ടെമ്പറേറ്റ് കൊടുത്തു. സെൻറ്റൻസ് ഒന്ന് ഡിസ്റ്റ് ചെയ്തു. സോ ഇൻകറക്റ്റ് ചോദിച്ചതുകൊണ്ട് ഇതാണ് ഇൻകറക്റ്റ്. സോ 4th one ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ്? 4th one ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തയിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ, എല്ലാവരും സെറ്റല്ലേ? സോ ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് ഏതിൽ വരിക?
ബയോഡൈവേഴ്സിറ്റിയിൽ വരും. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ലെങ്സ് ഓഫ് പ്ലാനറ്റ് ഏതാ? ലെങ്സ് ഓഫ് പ്ലാനറ്റ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി. എ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ A2 കുറേ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ 3 ഓപ്ഷനിൽ A2 ഉണ്ട്. റെസർപൈൻ എന്ന് പറയുന്നത്, റെസർപൈൻ എടുക്കുന്ന ഡ്രഗ് ഏതാ? റെസർപൈൻ എന്ന് പറയുന്ന ഡ്രഗ് എടുക്കുന്നത് റോവോൾഫി എന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ 2 ചുരുങ്ങി. ഡോഡോ ഏതായിരുന്നു മക്കളെ പോയത്? മൗറീഷ്യസ് ഐലൻഡ് എന്നല്ലേ ഡോഡോ പക്ഷികൾ അപ്രത്യക്ഷമായത്? സോ C3 ആണ്. സോ നമുക്ക് ആൻസർ കിട്ടി. എ ഈസ് ദ റൈറ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ 1 ആയതുകൊണ്ട് ഒന്നാമത്തതാണ് ആൻസർ. ഏതാണ്? ഫസ്റ്റ് 1 ഈസ് ദ റൈറ്റ് ആൻസർ. അക്കോർഡിംഗ് ടു പോൾ എൽറിച്ച്. പോൾ എൽറിച്ച് നമുക്കറിയാലോ. പോൾ എൽറിച്ച് സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആണ്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്ത ആളാണ്. സോ അയാൾ പറയാണ് റിമൂവിങ് ഓഫ് റിവറ്റ് ഫ്രം വിങ്സ് ഓഫ് ദി പ്ലെയിൻ അല്ലേ? നമ്മുടെ എയ്റോപ്ലെയിൻ്റെ വിമാനത്തിൻ്റെ വിങ്സിലുള്ള റിവറ്റിനെ കുറിച്ചാണ് പറയുക. റിമൂവിങ് റിവറ്റ് ഫ്രം വിങ്സ് ഓഫ് ദി പ്ലെയിൻ. അപ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ് സീരിയസ്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്താ വിളിക്കുക? ദാറ്റ് റിവറ്റ് ഈസ് കോൾഡ് കീ റിവറ്റ്. കീ റിവറ്റ് റിമൂവ് ചെയ്താൽ അത് ഇമ്മീഡിയറ്റ്ലി ഡാമേജ് ദ ഇക്കോസിസ്റ്റം. ആ ആവാസ വ്യവസ്ഥയിൽ ആ എയ്റോപ്ലെയിൻ എന്ത് ചെയ്താളിയും അപ്പം തന്നെ നശിപ്പിച്ചാളി. ഇഫ് യു റിമൂവ് ദ റിവറ്റ് എന്താണ് ഓൺ വിങ് നിങ്ങൾക്ക് സീറ്റിൻ്റെ ബാക്കിലുള്ള റിവറ്റ് എയ്റോപ്ലെയിനിൽ റിമൂവ് ചെയ്താൽ പെട്ടെന്നൊന്നും പറ്റില്ല. പക്ഷേ ഇഫ് യു റിമൂവ് ദ റിവറ്റ് ഫ്രം വിങ് ഇറ്റ് വിൽ ഡേഞ്ചറസ്ലി ഡാമേജ് ദി ഇക്കോസിസ്റ്റം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഓക്കെ, അതിനെ ബയോളജിയിൽ നമ്മൾ പറയുക, കീ റിവറ്റിന് നമ്മൾ ബയോളജിയിൽ പറയുക കീസ്റ്റോൺ സ്പീഷീസ് എന്നാ പറയുക. കീസ്റ്റോൺ സ്പീഷീസ്. ഇനി നിങ്ങൾ നോക്കിയേ, വിച്ച് ഓഫ് ദി എന്താണ് ഫോളോയിങ് ഇസ് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. ഇതിൽ കറക്റ്റ് ഏതാണെന്ന് ചോദിക്കും. ഹയർ ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ലോവർ ലാറ്റിറ്റ്യൂഡിലേക്ക് വരിക. അതായത് അന്നേരം എന്താ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, എന്നാൽ 71 ഡിഗ്രിയിൽ എത്ര പക്ഷികളായിരുന്നു മക്കളെ ഉണ്ടായിരുന്നത്? 56 അല്ലേ? അത് ട്രോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് 1400 ആയില്ലേ? ദാറ്റ് മീൻസ് ലോവർ ലാറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യും. കറക്റ്റാണ്. ഹയർ ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ലോവർ ലാറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി അതാണ് ഹയർ ലാറ്റിറ്റ്യൂഡ്. പോൾസിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക? ഡിക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. തെറ്റാണ്. ഹയർ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഉയരം കൂടിയ സ്ഥലം, ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോവർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരിക. ഓക്കെ, കുന്നിൻ്റെ എല്ലാം ബേസ് ഏരിയ, അവിടെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല മുട്ടക്കുന്നുമേൽ ബയോഡൈവേഴ്സിറ്റി കുറവായിരിക്കും. ഞാൻ പറഞ്ഞില്ല ഹൈറ്റ് കൂടിയ, നമ്മളെ നാട്ടിലെ ചെറിയ കുന്നുകൾ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളാണ് പറയുന്നത്. സോ 1ഉം 3ഉം എന്താണ്? 2 ഓപ്ഷനിലേ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വേറെ വായിക്കണ്ടയില്ല. 1 and 3. 1 and 3 എന്താണ്? ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോവർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യും. സോ അതാണ് ആൻസർ. ഇനി അടുത്ത, ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദി വേൾഡ് ലാൻഡ് ഏരിയ. ലോകത്തിൻ്റെ ലാൻഡ് ഏരിയ കരഭാഗം എടുക്കുമ്പോൾ ഇന്ത്യൻ്റെ എത്രയാ? 2.4% ആണ്. ആൻഡ് വിച്ച് കോൺട്രിബ്യൂട്ട് 8.1% ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. പക്ഷേ നമ്മൾ എത്ര ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്? 8.1%. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 2.4 and 8.1. ഫോർ ഫ്രൂജിവോറസ് ബേർഡ്സ്, ഇത് നമ്മൾ പറഞ്ഞ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ് ദ വാല്യൂ ഓഫ് സെഡ് ഈസ് 1.15. നമ്മൾ പറഞ്ഞില്ല സെഡ് വാല്യൂവിൻ്റെ 3 വാല്യൂ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? കറക്റ്റ് അല്ലേ ചോദിച്ചാൽ എത്ര എണ്ണം ഇൻകറക്റ്റ് ആണ് താഴെ തന്നേൽ? ഓക്കെ, ഇൻകറക്റ്റ് ആണ്. ദ ലാർജ് ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഈസ് ഇൻ സൗത്ത് അമേരിക്ക. ആമസോൺ റെയിൻ ഫോറസ്റ്റ് സൗത്ത് അമേരിക്കയിലല്ലേ? ശരിയാണ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഹാസ് ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. അതും ശരിയാണ്. ഇറ്റ് ഈസ് ഹോം ഫോർ മോർ ദാൻ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, 3,000 ഫിഷസ്, 1,300 ബേർഡ്സ്, 427 മാമൽസ് ആൻഡ് 427 ആംഫീബിയൻസ്. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ? ഇത് റെഡിയാണ്. അതും കറക്റ്റാണ്. ഇറ്റ് ഈസ് ഹോം ടു ലെസ് ദാൻ 378 റെപ്റ്റൈൽസ് ആൻഡ് ലെസ് ദാൻ ആണ് പറഞ്ഞത് 1,25,000 ഇൻവേർട്ടിബ്രേറ്റ്. ഇത് മാത്രമാണ് ഇൻകറക്റ്റ്. ഏതാണ്? ഇത് മാത്രമാണ് ഇൻകറക്റ്റ്. സോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? 1 എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. 1. സോ മക്കളെ, നമ്മളപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട് ഓഫ് എവരി 10 ആനിമൽസ്
ഓൺ ദിസ് പ്ലാനറ്റ് 9 ആർ ഇൻസെക്ട്സ്. തെറ്റാണ്. 70% എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ടത് 7 ആണ്. 10 7 എന്ത് ഇൻസെക്റ്റുകൾ എന്നാണ് നമ്മൾ പഠിച്ചത്. എമംഗ് ആനിമൽസ് ഇൻസെക്ട്സ് ആർ ദ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ടാക്സോണമിക് ഗ്രൂപ്പ്. അത് നമ്മൾ പറഞ്ഞല്ലേ, ഭൂമിയിൽ ആനിമൽസിൽ ഏറ്റവും കൂടുതൽ എന്താണ്, ആനിമൽസിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച് ടാക്സ് ഏതാണ്, ഇൻസെക്റ്റ് ആണെന്നാണ്. അതാണ് കറക്റ്റ്. സോ 3rd 4th എന്തുകൊണ്ട് ഇൻകറക്റ്റായി നമുക്ക് നോക്കാം. ഇൻസെക്റ്റ് മേക്കപ്പ് മോർ ദാൻ 90% ഓഫ് ദി ടോട്ടൽ ആനിമൽ സ്പീഷീസ്. തെറ്റാണ്. എത്ര ശതമാനം? 70% ആണ്. ഇൻവേർട്ടിബ്രേറ്റ്സ് ഹാവ് ലീസ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഇൻവേർട്ടിബ്രേറ്റ് അല്ല, ഇൻസെക്റ്റ് അല്ലേ? ഇൻസെക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി. അല്ലേ, ലീസ്റ്റ് ആണോ, കുറവാണോ, കൂടുതലാണ്. ഓക്കെ, അടുത്തതിലേക്ക് വരൂ. ദ എക്സോട്ടിക് സ്പീഷീസ് വിച്ച് വെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബിക്കം നൊട്ടേറിയസ് വീഡ്സ്. നൊട്ടോറിയസ് ആയിട്ടുള്ള വീടുകളായി, കളകളായ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്. സോ ലെൻഡാന വീടാണ്, ഐക്കോർണിയ ക്രാസിപ്പസ് വീടാണ്, പാർത്തീനിയം ഹിസ്റ്റെറോഫോറസ് വീടാണ്. ഓക്കെ, ഇവരൊക്കെ എന്താണ്, ഏലിയൻ ഇൻവാസീവ് സ്പീഷീസുകളാണ്, വീടുകളാണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഏതാണ്? ഓൾ ഓഫ് ദീസ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ബീങ് ഡ്രിവൺ ടു എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷന് മെയിനായിട്ട് 4 റീസൺ അല്ലേ? അതിനെ നമ്മൾ ഈവൽ ക്വാഡ്രറ്റുകൾ എന്നാണ് വിളിച്ചത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണോ? അല്ല. 4 റീസണിൽ ഈവൽ ക്വാഡ്രറ്റ്സ് എന്ന് പറഞ്ഞാൽ വിനാശകാരികളായ 4 പേർ. അതിലേറ്റവും വിനാശം വിതക്കുന്നതാരാ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷനാണ്. നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് 14% ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എത്രയേ ഉള്ളൂ? ലെസ് ദാൻ 6%. അതായത് ഹാബിറ്റാറ്റ് ലോസ് നടക്കുന്നു. നിങ്ങൾ പഠിച്ചതല്ലേ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഇല്ലാണ്ടാവുന്നത്? ഫോർ സോയാബീൻ കൾട്ടിവേഷൻ. നമ്മുടെ ശ്വാസകോശം നമ്മൾ കട്ട് ചെയ്യുന്നത് സോയാബീൻ കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് കട്ടിങ് മെയിനായി നടക്കുന്ന സോയാബീൻ കൾട്ടിവേഷൻ. പിന്നെ ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഗ്രാസ് ലാൻഡ് ആക്കി മാറ്റും. എന്തിനാ? ബീഫ് കാറ്റിലിനെ വളർത്താൻ വേണ്ടി. സോ ദിസ് ഈസ് ഹൗ വി ആർ കട്ടിങ് അവർ എന്താണ് നമ്മുടെ ലങ്സ്, എർത്തിൻ്റെ ലങ്സ് കട്ട് ചെയ്യുന്നതിൻ്റെ 2 റീസൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ 2 റീസണുകളാണ്, നിങ്ങൾക്കറിയാം. അടുത്തത് സം റീസെൻ്റ്ലി എക്സ്റ്റിങ് സ്പീഷീസ് ആൻഡ് ദെയർ ഏരിയ ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച്. നമ്മൾ റീസെൻ്റ് എക്സ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? സ്റ്റെല്ലാർ സീ കൗ, കടൽ പശു, റഷ്യയിൽ നിന്നാണ് പോയത്. ഡോഡോ പക്ഷികൾ മൗറീഷ്യസിൽ നിന്നാണ് അപ്രത്യക്ഷമായത്. ക്വാഗ സൗത്ത് ആഫ്രിക്കയാണ്, സൗത്ത് അമേരിക്കയല്ലേ? ഏതാണ്? സൗത്ത് ആഫ്രിക്കൻ സീബ്ര എന്നാണ് ക്വാഗേൻ്റെ പേര് തന്നെ. സോ ഏതാ മക്കളെ? ഇൻകറക്റ്റ്ലി മാച്ച്ഡ് തൈലാസ് ഇൻ ഓസ്ട്രേലിയ തന്നെയാണ്. 3 ആണ്. അടുത്തത് അറ്റ് പ്രസൻറ്റ് അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി നോൺ സ്പീഷീസ് ആർ ഫേസിങ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. അറ്റ് പ്രസൻറ്റ് എത്ര സ്പീഷീസാണ് എക്സ്റ്റിങ്ഷൻ റിസ്കിൽ ഉള്ളത് എന്ന് NCERT ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. 15,500 സ്പീഷീസ് ആർ അണ്ടർ ത്രെട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. 15,500 സ്പീഷീസ് ഭൂമിയിൽ എന്താണ് എൻഡേഞ്ചർമെൻറ്റ്, അതായത് എക്സ്റ്റിങ്ഷൻ്റെ റിസ്കിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനാവും. പ്രസൻ്റ്ലി മെനി സ്പീഷീസ് ആർ ഫേസിങ് ത്രെട്ട് ടു എക്സ്റ്റിങ്ഷൻ. ഒരുപാട് സ്പീഷീസുകൾ, അതായത് 15,500ഓളം ത്രെട്ടിലുണ്ട്. ദിസ് ഈസ് ട്രൂ ഫോർ. ഇതിൽ ശരിയായിട്ടുള്ള ഏറ്റവും ത്രെട്ട് ഉള്ളത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. 32% മെമേലിയൻ സ്പീഷീസ് ത്രെട്ടിലാണോ? തെറ്റാണ്. 12 സ്പീഷീസ് 32%, 12% ബേർഡ് സ്പീഷീസ് ഈസ് അണ്ടർ ത്രെട്ട് എന്ന് നിങ്ങളെ ടെക്സ്റ്റിലുള്ളതാണ്. 32% ആരാണ്? ആംഫീബിയൻസ് ആണ് ത്രെട്ടിൽ എന്നാണ് നിങ്ങൾ പഠിച്ചതെന്നാണ്. 32% ഓഫ് ആംഫീബിയൻസ് ആർ അണ്ടർ ത്രെട്ട് കാറ്റഗറി. 23% ആംഫീബിയൻ സ്പീഷീസ് ആണോ? അല്ല, 23% മാമൽസ്. ഓക്കെ, ദെൻ ജിംനോസ്പെർമോ 31% എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ ആ വാല്യൂ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ഷൻ റിസ്ക് ഉള്ള ടാക്സ് ഏതാ? ആംഫീബിയ. അതിനെ ഞാൻ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുകയാണ്. ജിംനോസ്പേംസ്, ദെൻ ബേർഡ്സ്, മാമൽസ്. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്റ്റിങ്ഷൻ റിസ്ക് വരുന്നത്. ടാക്സേൻ്റെ ആംഫീബിയ 32% എന്താണ് ത്രെട്ടിലുണ്ട്. ജിംനോസ്പേം 31%, 12% ബേർഡ്സ് ആൻഡ് 23% മാമൽസ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാനാണ്. സിൻസ് ഒറിജിൻ ഓഫ് എർത്ത് 5 മാസ് എക്സ്റ്റിങ്ഷൻ ഹാവ് ഓൾറെഡി ഓക്കേർഡ്. 5 മാസ് എക്സ്റ്റിങ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ഇഫ് ദ പ്രസൻറ്റ് സിനാരിയോ ഈസ് കൺസിഡേർഡ്
as sixth mass extinction that how it is different from the previous extinction. അതായത് ഭൂമിയിൽ 5 മാസ് എക്സ്റ്റിങ്ഷനും പ്രീ ഹ്യൂമൻ ടൈംസിലാണ് നടന്നത്, മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുന്നേ. പക്ഷേ ആറാമത്തേൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എന്താണ് ഫാസ്റ്റ് ആയിരിക്കും. ദ ടൈം ലാഗ് ബിറ്റ്വീൻ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് മാസ് എക്സ്റ്റിങ്ഷൻ വുഡ് ബി വെരി സ്മോൾ ആൻഡ് ഇറ്റ് ഈസ് ആന്ത്രോപോജനിക്. ഓക്കെ, നമ്മുടെ എക്സ്റ്റിങ്ഷൻ റേറ്റ് 100 to 1000 ടൈംസ് ഫാസ്റ്റർ ആണിപ്പോൾ. ഓക്കെ, എക്സ്റ്റിങ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 100 to 1000 ടൈംസ് ഫാസ്റ്ററിലാണ് ഇപ്പം എക്സ്റ്റിങ്ഷൻ റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഉറപ്പായും നമ്മുടെ മാസ് എക്സ്റ്റിങ്ഷൻ അടുത്ത 5 മാറും തമ്മിൽ ടൈം കുറവായിരിക്കും. സോ ഫസ്റ്റ് മാസ് എക്സ്റ്റിങ്ഷനും സെക്കൻഡ് മാസ് എക്സ്റ്റിങ്ഷനും ഇടയ്ക്ക് ഒരുപാട് സമയമുണ്ട്. പക്ഷേ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ വളരെ സ്പീഡായി നടക്കും. അതിൻ്റെ മെയിൻ കാരണക്കാരനായിരിക്കും ആന്ത്രോപോജനിക് ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും. വൈ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ആർ ബീങ് കട്ട് അറ്റ് ഹൈ റേറ്റ്? എന്തുകൊണ്ടാണ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഹൈ റേറ്റിൽ കട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം നോക്കിയേ. ഫോർ കൾട്ടിവേഷൻ ഓഫ് സോയാബീൻ, ശരിയല്ലേ? ഫോർ കൺവേർഷൻ ഗ്രാസ് ലാൻഡ് ഫോർ റേസിംഗ് ബീഫ് കാറ്റിൽ. അപ്പോൾ രണ്ടും ശരിയാണ്, ബോത്ത് 1 and 2. ഈ 2 റീസൺ കൊണ്ടാണ് ആമസോൺ നശിക്കപ്പെടുന്നത്. ഓക്കെ, ഇൻഡസ്ട്രി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളെപ്പോലെ കേരളത്തിലുള്ള പോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അല്ല, അവിടെ ബീഫ് കാറ്റിൽ റിയറിങ്ങിനും അതേപോലെ സോയാബീൻ കൃഷി ചെയ്യാനുമാണ് ആമസോൺ കട്ട് ചെയ്യുന്നത്. എക്സ്റ്റിങ്ഷൻ ഓഫ് സ്റ്റെല്ലാർ സീകൗ, എന്തുകൊണ്ടാണ് കടൽ പശു റഷ്യയിൽ നിന്ന് സ്റ്റെല്ലാർ സീകൗ എക്സ്റ്റിങ്ക്റ്റ് ആയത്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിത ചൂഷണം കൊണ്ടാണ്. ഈവിൾ ക്വാഡ്രറ്റ്സിലെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇൻവാഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്, കോ എക്സ്റ്റിങ്ഷൻ, ഈ 4 റീസൺ അല്ലേ ഉള്ളത്. അതിനെയാണ് നമ്മൾ ഈവിൾ ക്വാഡ്രറ്റ് എന്ന് വിളിച്ചത്. അതിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണമാണ് ഈ സ്റ്റെല്ലാർ സീകൗ റഷ്യയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയത്. വിച്ച് ആനിമൽ ഈസ് റീസെൻ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ഫ്രം ബാലി? ബാലി, ജാവൻ ആൻഡ് കാസ്പിയനിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയത് ആരാ? 3 സബ്സ്പീഷീസ് ഓഫ് ടൈഗർ. 3 സബ്സ്പീഷീസ് ഏതൊക്കെയാണ്? ബാലിയിൽ നിന്ന് മാത്രമല്ല, ജാവൻ ഉണ്ട്, കാസ്പിയൻ ഉണ്ട്. 3 സ്ഥലത്തുള്ള 3 സബ്സ്പീഷീസ് ഓഫ് ടൈഗർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് സ്പീഷീസ് ഇൻ ലേക്ക് വിക്ടോറിയ ലേക്ക്, ഓക്കെ, ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള വിക്ടോറിയ ലേക്കിൽ ഒരു സ്പീഷീസ് റിസൾട്ടഡ് ഇൻ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് എന്താണ്? സിസിലിഡ് ഫിഷസ്. സിസിലിഡ് ഫിഷുകൾ വിക്ടോറിയ ലേക്കിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ കാരണം ആരായിരുന്നടാ? നൈൽ പേർച്ച് ആണ്. ആരാണ്? നൈൽ പേർച്ച്. അവിടുന്ന് ഏതാണ്ട് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിസിലിഡ്സ് ആണ് നൈൽ പേർച്ച് കാരണം വിക്ടോറിയ ലേക്കിൽ നിന്ന് അപ്രത്യക്ഷമായത്. 200 സ്പീഷീസുകൾ. ഓക്കെ, നിങ്ങൾക്കറിയാം നൈൽ പേർച്ച് അവസാനം ആ വിക്ടോറിയ ലേക്കിൽ എല്ലാം തിന്ന് തീർന്ന് പട്ടിണി കിടന്ന് ചത്തുപോയൊരു മീനും കൂടിയാണ് ഇത് നൈൽ പേർച്ച്. അടുത്ത നോക്കിയേ, കോ എക്സ്റ്റിങ്ഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ്. ഈവിൾ ക്വാഡ്രറ്റ്സിലെ 4ാമത്തെ ആളാണ് ആര്? കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫിഷിൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ഉണ്ടായാൽ ഫിഷ് ഇല്ലാതാവുമ്പോൾ പാരസൈറ്റും പോകും. അതാണിത്, ഹോസ്റ്റ് ആൻഡ് പാരസിറ്റിക് റിലേഷൻ. അപ്പോൾ കോ എക്സ്റ്റിങ്ഷൻ ഉണ്ടാവാം. പിന്നെ മ്യൂച്വലിസം, 2 ആൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ കോ എക്സ്റ്റിങ്ഷൻ ഉണ്ടാകും. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ഷൻ ഓഫ് 1 സ്പീഷീസ്. അതായത് ഞാൻ എക്സ്റ്റിങ്ക്റ്റ് ആകുന്ന സമയത്ത് എന്നോട് ഒബ്ലിഗേറ്ററി അസോസിയേറ്റ് ചെയ്ത ഒരു സ്പീഷീസ് കൂടി ഇല്ലാണ്ടാവും. ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ എന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും. എൻ്റെ ഇൻറ്റസ്റ്റൈനിൽ എൻ്റെ ബോഡിയിൽ മാത്രം കാണുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്. ഞാൻ ഇല്ലാതാവുമ്പോൾ ആ പാരസൈറ്റും ഇല്ലാതാകും. അതിനെയാണ് നമ്മളെന്ത് പറയുക? നമ്മൾ കോ എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ബോത്ത് 1 and 2. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ 2 ആൾ തമ്മിലുള്ള എക്സ്ക്ലൂസീവ് അസോസിയേഷൻ അല്ലേ? അതേപോലെ ഹോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ള റിലേഷനിലൊക്കെ കോ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. അടുത്ത നോക്കി, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് പ്രസൻറ്റ് റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത് ഈസ്, നമ്മൾ പറഞ്ഞല്ലേ 100 to 1000 ടൈംസ് ഫാസ്റ്റർ ആണ്. 100 to 1000 ടൈംസ് ഫാസ്റ്റർ ആയിട്ടാണ് നിലവിൽ എക്സ്റ്റിങ്ഷൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 6th മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫാസ്റ്റർ ആൻഡ് മാൻമെയ്ഡ് എന്ന് കുറച്ച് മുന്നേ നമ്മളൊരു ചോദ്യം കണ്ടതേ ഉള്ളൂ. അടുത്ത നോക്കി, ഈവിൾ ക്വാഡ്രറ്റ് റെഫേഴ്സ് ടു 4 റീസൺസ് ബിഹൈൻഡ് ബയോഡൈവേഴ്സ്. വിനാശകാരികളായ 4 പേർ. അതിനെ നമ്മൾ സോർബിക്വറ്റായിട്ട് പരിഹാസ സ്വരത്തിൽ എന്ത് വിളിച്ചതാണ്? ഈവിൾ ക്വാഡ്രറ്റ്. ഇറ്റ് എക്സ്പ്ലെയിൻ 4 റീസൺസ്, 4 റീസൺ ബിഹൈൻഡ് ബയോഡൈവേഴ്സ്. ജൈവവൈദ്യ ശോഷണത്തിന് കാരണമായ 4 കാരണങ്ങളാണ് ആര് പറഞ്ഞു തരുന്നത്? ഈവിൾ ക്വാഡ്രറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മക്കളും നോക്കി, സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. ഇതിലുള്ള ഇൻകറക്റ്റ് മാച്ചാണ് ഏടാ പറയേണ്ടത്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച്. ഡോഡോ മൗറീഷ്യസ് എന്നല്ലേ പോയത്? ആണ്. പോൾ എൽറിച്ച് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസ് ആണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലങ്സ് ഓഫ് എർത്ത് ആണ്.
ഡേവിഡ് ടിൽമാൻ ടേം ബയോഡൈവേഴ്സിറ്റി ആണോ? ഇത് പറഞ്ഞത് ആരാടാ? എഡ്വേർഡ് വിൽസൺ ആണ്. ടേം ബയോഡൈവേഴ്സിറ്റി പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ ആണ്. റോസൻ ആണ് കോയിൻ ചെയ്തതെങ്കിലും ഇറ്റ് ഈസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വേർഡ് വിൽസൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ പ്രസൻറ്റ് റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് കണ്ടിന്യൂസ്, അതായത് എക്സ്റ്റിങ്ഷൻ റിസ്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്, പ്രസൻറ്റ് റേറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി സ്പീഷീസ് ഓൺ ദി എർത്ത് വിൽ ബി ലോസ്റ്റ് ഇൻ നെക്സ്റ്റ് 100 years ആണ്. അതായത് നിലവിലുള്ള സ്പീഷീസ് പിന്നെ എക്സ്റ്റിങ്ഷൻ കണ്ടിന്യൂ ചെയ്താൽ 50% എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? ഭൂമിയിലുള്ള സ്പീഷീസുകൾ ഇല്ലാണ്ടാവും. 200 years കൊണ്ട്, ലെസ് ദാൻ 200 years കൊണ്ട് എല്ലാം പോയി പോകുന്ന പറയുന്നത്. 100 വർഷം കൊണ്ടപ്പോഴപ്പോൾ എത്രയാ? 50%. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇതിലേതാണ് കറക്റ്റ്? പാർത്തീനിയം ഈസ് എൻ എൻഡമിക് സ്പീഷീസ് ഓഫ് അവർ കൺട്രി. അല്ല, ഇറ്റ് ഈസ് എൻ ഏലിയൻ സ്പീഷീസ് എന്നാണ് പഠിച്ചത്. ഫോറിൻ സ്പീഷീസ് ആണ്. ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഈസ് നോട്ട് ത്രെറ്റ് ടു ഇൻഡിജനസ് കാറ്റ്ഫിഷ്. ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഭൂമിയിൽ ആഫ്രിക്കൻ മുഷിയുടെ വന്നാൽ നമ്മുടെ കാറ്റ്ഫിഷിനെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. സ്റ്റെല്ലാർ സീകൗ ഈസ് എൻ എക്സ്റ്റിങ്ക്റ്റ് ആനിമൽ. ശരിയാണ്. സ്റ്റെല്ലാർ സീകൗ ഈസ് എൻ എക്സ്റ്റിങ്ക്റ്റ് ആനിമൽ. എവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയത്? സ്റ്റെല്ലാർ സീകൗ റഷ്യയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി നമ്മൾ പഠിച്ചതാണ്. ലെൻഡാന ഈസ് പോപ്പുലർലി നോൺ ആസ് കാരറ്റ് ഗ്രാസ്. പാർത്തീനിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാരറ്റ് ഗ്രാസ് എന്ന് വിളിക്കുന്നത്. സോ അത് ഇൻകറക്റ്റ് ആണ്. സോ ഇതിലേതാണ് ആൻസർ വരുന്നത്? 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ആനിമൽ ഡോഡോ എന്ന് പറയുന്നത് 4 ആണ്. A4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. A4 മൗറീഷ്യസ്. കോഗ നമുക്കറിയാം. ക്വാഗ എവിടെ നിന്നാടാ? സൗത്ത് ആഫ്രിക്ക. തൈലാസിൻ ഓസ്ട്രേലിയ. സ്റ്റെല്ലാർ സീകൗ റഷ്യയാണ്. എ എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനാവുണ്ട്. 4 വേറെ ഒന്നിലും വരുന്നില്ലല്ലോ. അടുത്തത് ഫൈൻഡ് ദ റോങ്ലി മാച്ച്ഡ് പെയർ. ഇതിലേതാണ് റോങ് ആയി മാച്ച് ചെയ്തത്? ഏലിയൻ സ്പീഷീസ് ക്ലാരിയസ് ഗാരിപ്പൈനസ്. ശരിയാണ്, അതായത് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. ഹോട്ട്സ്പോട്ട് വെസ്റ്റേൺ ഗാട്ട് ആൻഡ് ശ്രീലങ്ക. ഹോട്ട്സ്പോട്ട് ആണല്ലോ, ആണ്. ഇന്ത്യയിലുള്ള 3 ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ് വെസ്റ്റേൺ ഗാട്ട് ആൻഡ് ശ്രീലങ്ക. സീഡ് ബാങ്ക് ഇൻസിറ്റു കൺസർവേഷൻ ആണോ? സീഡ് ബാങ്ക് ഒരു എക്സിറ്റു കൺസർവേഷൻ ആണ്. ബയോഡൈവേഴ്സിറ്റി, അതായത് ചെടികളുടെ വിത്തുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പാൻഡിൻ്റെ ഒക്കെ സീഡ് കൊണ്ടുപോയിട്ട് നമ്മൾ പുറത്ത് എന്താണ് -20 ഡിഗ്രിയിൽ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ് ഇത് സീഡ് ബാങ്ക് എന്ന് നമ്മൾ പറയും. അത് ഇൻസിറ്റു അല്ല, എക്സിറ്റു കൺസർവേഷനാണ്. സാക്രഡ് ഗ്രൂവ്സ്, കാവുകൾ കാണുന്നത് എവിടെയാ? കാസി ആൻഡ് ജയന്തിയ ഹിൽസ് ഓഫ് എന്നാണ് മേഘാലയെ കാണുന്നില്ലേ? സോ ബാക്കിയെല്ലാം കറക്റ്റാണ്. സോ ദ ആൻസർ ഈസ് 3. ഏതാണ് ആൻസർ? 3rd one ആണ്. അടുത്തത് ഇഫ് എ സ്പീഷീസ് റിച്ച്നെസ് ബി എൻഡമിസം. എ എന്ന് പറയുന്ന സ്പീഷീസ് റിച്ച്നെസ് ആണ്, ബി എന്ന് പറയുന്ന എൻഡമീസ് ആണ്. ദെൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഹാവ്. അങ്ങനെയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഹൈ എൻഡമിസവും വേണം, ഹൈ സ്പീഷീസ് റിച്ച്നെസ്സും വേണം. രണ്ടും കൂടുതലുള്ളതാണ് വേണ്ടത്. ഓക്കെ, ഹോട്ട്സ്പോട്ടുകളുടെ പ്രത്യേകത തന്നെ എന്താ? ഹൈ എന്താണ്? സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ എൻഡമീസ് ആണ്. അതുകൂടാതെ എന്തും കൂടി വേണം? ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ്. ഇത് 3ഉം ഫുൾഫിൽ ചെയ്യുന്ന ഒരു സ്ഥലം എന്താണ്? അതിന് നമ്മൾ പറയുക ഹോട്ട്സ്പോട്ടുകൾ എന്നാണ് പറയുക. ടോട്ടലി 34 ഹോട്ട്സ്പോട്ടുകളാണ് ലോകത്തിലുള്ളത്. 3 ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ എത്രയുള്ളത്? 3 ഇനീഷ്യലി 25 ഉള്ളൂ ആയിരുന്നു. അതിനോട് ന്യൂ ആയിട്ട് 9 ആഡ് ചെയ്തു. അങ്ങനെയാണ് അതെന്തായത് 34 ആയത്. ഈ ഹോട്ട്സ്പോട്ട് കവർ ചെയ്യുന്ന ഏരിയ ലെസ് ദാൻ 2% ഓഫ് ദി ലാൻഡ് ഏരിയ. ഹോട്ട്സ്പോട്ട് കവർ ചെയ്യുന്ന ലാൻഡ് ഏരിയ എത്രയാണ്? 2, അതായത് ലോകത്തിൻ്റെ മൊത്തം ഏരിയ എടുത്താൽ ഹോട്ട്സ്പോട്ട് 34 കൂട്ടിയ ലോകത്തിൻ്റെ 2% ഏരിയയുള്ളൂ. പക്ഷേ ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താലില്ലേ, ഇത് പ്രൊട്ടക്റ്റ് ചെയ്താൽ 30% മാസ് എക്സ്റ്റിങ്ഷൻ നമുക്ക് തടയാനാവും. 30% മാസ് എക്സ്റ്റിങ്ഷൻ നമുക്ക് തടയാനാവും. IUCN മീൻസ് എന്താണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, അടുത്തത് ഇൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ പോൾ എൽറിച്ച് ലോസ് ഓഫ് കീ സ്പീഷീസ് ഡ്രൈവിംഗ് ആൻ ഇക്കോസിസ്റ്റം ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ റിമൂവിങ് ഓഫ് റിവറ്റ് ഫ്രം വിൻഡോസ് ആണോ? വിൻഡോസ് ആണ്, വിങ്സ് ആണ്. റിമൂവിങ് ദ റിവറ്റ് ഫ്രം വിങ്സ്. ചിറകാണ് കീ റിവറ്റ് അല്ലെ? കീ സ്റ്റോൺ സ്പീഷീസ് അതാണ്. ചിറകിലുള്ള സ്പീഷീസ് ആണ് അല്ലെ? റിവറ്റുകളാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് വിച്ച് റീസൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഹോസ്റ്റ് ഫിഷ് ആൻഡ് പാരസൈറ്റ്? കോ എക്സ്റ്റിങ്ഷൻ. ഏതാണ് കോ എക്സ്റ്റിങ്ഷൻ? നമ്മൾ പറഞ്ഞല്ലേ
അതായത് ഒരു ഹോസ്റ്റ് ഫിഷോ അതിൻ്റെ പാരസൈറ്റ് ഒരുമിച്ച് എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുന്നതിന് നമ്മളെന്താ പറയുക, അതിനെ കോ എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുക. അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് നൈൽ പേർച്ച് ഇൻ ലേക്ക് വിക്ടോറിയ റിസൾട്ടഡ് ഇൻ, ഓക്കെ, എന്താണ് റിസൾട്ട് ആയത്? എലിമിനേഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് സിസിലിഡ് ഫിഷസ്. എത്ര സ്പീഷീസ് മക്കളെ നമ്മൾ പറഞ്ഞത്? 200, മോർ ദാൻ 200 സിസിലിഡ് സ്പീഷീസുകൾ എന്തായി പോയിട്ടുണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി റെഡ് ഡാറ്റ ബുക്ക് എന്താ ഉണ്ടാവുക? റെഡ് ഡാറ്റ ബുക്കിൽ എന്താ ഉണ്ടാവുക? എബൌട്ട് എൻഡേഞ്ചേർഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് എക്സ്റ്റിങ്ഷൻ റിസ്ക് ഉള്ള പ്ലാന്റുകളെയും ആനിമലെയും വെച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഇത് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, പ്രൈം കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, alien species invasion and co-extinction are cause for biodiversity. These are the 4 major cause of biodiversity loss. അതുകൊണ്ടല്ലേ നമ്മൾ അതിന് ഈവിൾ ക്വാഡ്രറ്റ്സ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് അടുത്തത്. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ കോസ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ശരിയാണ്, ഏലിയൻ സ്പീഷീസ് ഇൻവേഡ് ചെയ്താൽ എന്ത് ചെയ്യും? ബയോഡൈവേഴ്സിറ്റി നശിക്കും. വെൻ ഏലിയൻ സ്പീഷീസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് സം ഓഫ് ദം ടേൺസ് ഇൻവാസീവ്. ചില ഫോറിൻ സ്പീഷീസ് എന്തായി പോകും എന്ന് പറയുന്നത്? ഇൻവാസീവ് സ്പീഷീസ് ആയി പോകും. ശരിയാണ്. ഏലിയൻ സ്പീഷീസ് കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജിനസ് സ്പീഷീസ്. ശരിയല്ല, ഏലിയൻ സ്പീഷീസ് ഇൻഡിജിനസ് ഇന്ത്യയിലുള്ള സ്പീഷീസുകൾ എന്ത് ചെയ്യും? നാട്ടിലുള്ള സ്പീഷീസിനൊക്കെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് നൈൽ പേർച്ച് ഇൻ ടു ലേക്ക് വിക്ടോറിയ കോസ്റ്റ് 2000 സ്പീഷീസ് ഓഫ് സിസിലിഡ് ഫിഷ്. അത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ഏതൊക്കെയാ? എ, ബി ആൻഡ് സി. എ, ബി, സി കറക്റ്റാണ്. ഇവിടെ 2000-ന് പകരം എന്തായിരുന്നു വേണ്ടത്? 200 എന്നായിരുന്നു വേണ്ടത്. 200 സിസിലിഡ് സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആവുക നമ്മൾ പഠിച്ചത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ. ഇതിൽ ഏതോ ഒന്ന് എക്സിറ്റു അല്ല. ക്രയോ പ്രിസർവേഷൻ എക്സിറ്റു ആണ്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എക്സിറ്റു ആണ്. പക്ഷേ നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, സാക്രഡ് ഗ്രൂവ്സ്, ഹോട്ട്സ്പോട്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താ? അതൊക്കെ ഇൻസിറ്റു ആണ്. ബയോസ്ഫിയർ റിസർവ് ഇതൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ആണ്. നിങ്ങൾക്കറിയാലോ ഏതൊക്കെ ഇൻസിറ്റു എന്ന് മാത്രം നമുക്കൊന്ന് എഴുതാലോ. ഇൻസിറ്റുവിൽ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റു ബാക്കിയൊക്കെ അറിയാലോ. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ അതിൽ വരുക 1 നാഷണൽ പാർക്ക്, 2 സാങ്ച്വറിയാണ് വരും. സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ വരും. പിന്നെയുള്ളത് ഏതാ? ബയോസ്ഫിയർ റിസർവ്, ഹോട്ട്സ്പോട്ട്. ദെൻ സാക്രഡ് ഗ്രൂവ്സ്. എന്താണ്? സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എന്നാണ് അർത്ഥം. എന്താണ്? ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ്. അപ്പോൾ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എത്രയാണ് ഉള്ളത്? 90. സാങ്ച്വറീസ് 448, ബയോസ്ഫിയർ 14. ഓക്കെ, സാക്രഡ് ഗ്രൂവ്സ് നിങ്ങൾക്കറിയില്ല, കുറേ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഇൻസിറ്റു കൺസർവേഷന് ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻസിറ്റു ആണേ, ബാക്കിയൊക്കെ എന്താ? അപ്പോൾ ഇതിൽ വരുന്ന ഏതാണ്? ഇതിൽ എക്സിറ്റു ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സിറ്റു. അപ്പോൾ ഇതിലേതോ ഒരു ഇൻസിറ്റു ഉണ്ട്. അതേതാണ്? നാഷണൽ പാർക്ക്. 90 എണ്ണം. നാഷണൽ പാർക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൻ അല്ലേ? എൻ സ്റ്റാൻഡ്സ് ഫോർ 90 എന്ന് ഓർമ്മിച്ചാൽ. എൻ എന്ന് പറഞ്ഞാൽ 90 ആണ്, 90 ആണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കും. അടുത്ത നോക്കി, ഇൻസിറ്റു കൺസർവേഷൻ റെഫേഴ്സ് ടു. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ആൻഡ് കൺസേർവ് ദി ഹോൾ ഇക്കോസിസ്റ്റം. അതായത് ആവാസ വ്യവസ്ഥയെ അതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെയാണ് ഇൻസിറ്റു എന്ന് പറയുക. അല്ലെങ്കിൽ ഓൺ സൈറ്റ് കൺസർവേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഓൺ സൈറ്റ് കൺസർവേഷൻ, അതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത നോക്കി, ഇൻ ദ ഫോളോയിങ് ഈച്ച് സെറ്റ് എ conservation approach and an example of method of conservation are given. Select the option with the correct match of approach and method. Correct ആയിട്ട് മാച്ച് ചെയ്ത അപ്രോച്ചും മെത്തേഡും. ഇൻസിറ്റു കൺസർവേഷൻ ബയോസ്ഫിയർ റിസർവ്. ഇൻസിറ്റു കൺസർവേഷൻ ആണ് ബയോസ്ഫിയർ റിസർവ്. ശരിയാണ്. എക്സിറ്റു കൺസർവേഷൻ സാക്രഡ് ഗ്രൂവ്സ്. തെറ്റാണ്. സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത് ഇൻസിറ്റു ആണ്. ഇൻസിറ്റു കൺസർവേഷൻ സീഡ് ബാങ്ക്. തെറ്റാണ്. സീഡ് ബാങ്ക് പുറത്തു കൊണ്ടുപോയി കൺസേർവ് ചെയ്യുന്നത്, അത് എക്സിറ്റു ആണ്. എക്സിറ്റു കൺസർവേഷൻ ക്രയോ പ്രിസർവേഷൻ, അത് ശരിയാണ്. അപ്പോൾ എ ആൻഡ് ഡി എന്ന് പറയുന്നത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. സോ ഇൻസിറ്റു എക്സിറ്റുവിൽ നിന്ന് നിങ്ങൾ ഉറപ്പിച്ചോ ഈ നീറ്റിന് എന്താണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുക. ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. അടുത്ത ദ എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടി എവിടെയാണെന്ന് റിയോ ഡി ജനേറിയോ ഇൻ ബ്രസീൽ in 1992 was called. എന്തിനാണ് 1992 റിയോയിൽ ബ്രസീലിൽ ഒരു ഭൗമ ഉച്ചകോടി നടന്നത്?
ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉത്തരം വരിക. ഇതിൻ്റെ ഫോളോ അപ്പ് മീറ്റിങ്ങിൽ 2002 എവിടെയായിരുന്നു മക്കളെ നടന്നത്? സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹന്നാസ്ബർഗ്. പഠിക്കണേ, സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹന്നാസ്ബർഗിലാണ് 2002 രണ്ടാമത്തെ ഫോളോ അപ്പ് മീറ്റിംഗ് നടക്കുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭൗമ ഉച്ചകോടി കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫോളോ അപ്പ് മീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞ 10 വർഷം കഴിയുമ്പോൾ 2022 അടുത്തത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നാമത്തത്. ഓക്കെ, വേൾഡ് സമ്മിറ്റ് നമ്മൾ രണ്ടാമത്തെ കഴിഞ്ഞു. ആദ്യത്തേത് ഭൗമ ഉച്ചകോടി, പിന്നെ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതാണ് ജോഹന്നാസ്ബർഗിൽ ആഫ്രിക്കയിൽ നടന്നത്, സൗത്ത് ആഫ്രിക്ക. ഇനി അടുത്തതിലേക്ക് വരൂ, ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഏതാടാ വരിക? 14. സോ A1 നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ബി ഏതാ? നാഷണൽ പാർക്ക് 90. സാങ്ച്വറീസ് എത്രയാണ്? 448. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എത്രയാണ്? 34. റെഡി അല്ല? അതിൽ 3 എണ്ണം ഇന്ത്യയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അപ്പോൾ ആൻസർ കിട്ടി. ഇനി അടുത്തത്, സാക്രഡ് ഗ്രൂവ്സ് ആർ ഫൗണ്ട് ഇൻ കാസി ആൻഡ് ജയന്തിയ ഹിൽസ്. അതൊന്നാണ്. കാസി ആൻഡ് ജയന്തിയ ഹിൽസ് 1, ആരവല്ലി ഹിൽസ് 2, വെസ്റ്റേൺ ഗാർഡ്സ് 3 ആൻഡ് സാർഗുജ, ചന്ദ ആൻഡ് ബസ്തർ ഏരിയാസ് ഓഫ് 4. അത്രയാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഇതിൽ മാച്ച് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. മേഘാലയ 1 എന്ന് പറയുന്നത് മേഘാലയാണോ? കാസി ആൻഡ് ജയന്തിയ ഹിൽസ് മേഘാലയയിലാണ്, ശരിയാണ്. അപ്പോൾ 2 മേഘാലയ 2 എണ്ണം ഉണ്ട്. ഇനി രണ്ടാമത്തത് 2 വെസ്റ്റേൺ ഗാർഡ് റീജിയൻ ഓഫ് കർണാടക. അല്ല, ആരവല്ലി ഹിൽസ് അല്ലേ? 2 ആരവല്ലി ഹിൽസ് രാജസ്ഥാനിലല്ലേ? അപ്പോൾ ആരവല്ലി ഹിൽസ് രാജസ്ഥാൻ. 3 വെസ്റ്റേൺ ഗാർഡ് റീജിയൻ ഓഫ് കർണാടക. ഇവിടെയൊക്കെ അല്ലേ സേക്രഡ് ഗ്രൂവ്സ് ഉള്ളത്? അപ്പോൾ കർണാടക വരും. രണ്ടാമത്തിൽ മധ്യപ്രദേശ് വന്നു. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ദെൻ ചന്ദ, സാർഗുജ, ബസ്തർ ഡിസ്ട്രിക്ട്സ് ഓഫ് മധ്യപ്രദേശ്. അപ്പോൾ ഇത് ഒന്നാമത്തതാണ്. ആൻസർ ഏതാണ്? എല്ലാം മാച്ച് ചെയ്ത്. അപ്പോൾ ഓരോ സേക്രഡ് ഗ്രൂവ്സുകളും എവിടെ കാണുന്നു എന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, അതായത് കാസി ആൻഡ് ജയന്തിയ ഹിൽസ് മേഘാലയയിലാണെന്നും ചന്ദ, ബസ്തർ, സാർഗുജ ഡിസ്ട്രിക്ട് മധ്യപ്രദേശിലാണെന്നും വെസ്റ്റേൺ ഗാർഡ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര എന്നുള്ളതും ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞാലേ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. ഇനി അടുത്ത, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആരവല്ലി ഹിൽ ഇൻ രാജസ്ഥാൻ ആർ സേക്രഡ് ഗ്രൂവ്സ്. അത് തന്നെ കറക്റ്റാണ്. ആരവല്ലി ഹിൽസ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന സേക്രഡ് ഗ്രൂവ്സുകളാണ്, കാവുകളാണ്. ഇനി നോക്കിയേ, സുവോളജിക്കൽ പാർക്സ് ആർ ഇൻസിറ്റു മോഡ് ഓഫ് കൺസർവേഷൻ. അത് ഇൻകറക്റ്റ് അല്ലേ? എക്സിറ്റു ആണ്. ഇൻ ഇന്ത്യ 34 ഹോട്ട്സ്പോട്ട് ഉണ്ട്, 3 ഉള്ളൂ. തെറ്റാണ്. അണ്ടിൽ നൗ മോർ ദാൻ 90 ബയോസ്ഫിയർ റിസർവ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. 14 90 എന്ന് പറയുന്ന നാഷണൽ പാർക്കിൻ്റെ എണ്ണമാണ്. അടുത്തതിലേക്ക് വരൂ, ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് എർത്ത് ലാൻഡ് ഏരിയസ് കവേർഡ് വെൻ ഓൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ് പുട്ട് ടുഗെദർ. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിലെ 34 എണ്ണം കൂടി എത്ര ഏരിയ എന്നായിരുന്നു ഞാൻ പറഞ്ഞത്? ലെസ് ദാൻ 2% എന്നാണ്. ലെസ് ദാൻ 2%. പക്ഷേ മാസ് എക്സ്റ്റിങ്ഷൻ 30% കുറക്കാനാകും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം റെഫേഴ്സ് ടു എക്സ്പ്ലോറേഷൻ ഓഫ് മോളിക്കുലർ ജനറ്റിക് ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു ഫോം സർട്ടൺ പ്രോഡക്ട്സ്. ഓക്കെ, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഈ ബയോഡൈവേഴ്സിറ്റി പഠിക്കുന്നതിനെ നമ്മൾ എന്താടാ പറയുക? ബയോ പ്രോസ്പെക്റ്റിംഗ് എന്നാണ് പറയുക. എന്നാ പറയുക? ബയോ പ്രോസ്പെക്റ്റിംഗ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. സോ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെന്താണ് ഞാൻ ഈ വീഡിയോ 1 hour വീഡിയോ ഇല്ല, 1 hour കൂടി നിങ്ങൾ ടെക്സ്റ്റിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെറ്റാക്കാനാവും. ടോട്ടലി ഒരു 2.5 hours കൊണ്ട് ഈ ക്വസ്റ്റിനും നിങ്ങൾക്ക് ചെയ്യാനാവും, ടെക്സ്റ്റും ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു 12 മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററാണ്. സോ നിങ്ങൾ തകർത്ത് പഠിക്കണം. ബയോഡൈവേഴ്സിറ്റി ഇത്രയും ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റായി നിങ്ങൾക്ക് ചെയ്യാനാവുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് എന്താണ് ഫുൾ മാർക്കും വാങ്ങാനാവും ബയോഡൈവേഴ്സിറ്റിന്ന്. സോ നന്നായി പഠിക്കും. ഓക്കെ.